الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي أدركني الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي أدركني الصلاة والسلام عليك يا سيدنا يا رسول الله خذ بأيدينا قلت حيلتنا أدركنا يا سيد السادات جئتك قاصدا أرجو رضاك وأحتمي بهماك والله يا خير الخلائق إن لي قلبا مشوكا لا يروم سواك يا مالكي كن شافعي لي فاقتي يا مالكي كن شافعي لي فاقتي إني فقير في الورى لغناك يا أكرم الثقلين يا كنز الورى جد لي بجودك أرضني برضاك جد لي بجودك أرضني برضاك جد لي بجودك أرضني برضاك ആദരണീയരായ സാദാത്തുക്കളെ, പണ്ഡിതന്മാരെ, മാന്യ സഹോദര സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഈ ഒത്തുകൂടിയതും പറയുന്നതും കേൾക്കുന്നതും സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. ഈ മഹത്തായ മജ്ലിസിൽ ഇതുവരെ ഇരുന്നതും പറഞ്ഞതും കേട്ടതും ഇതിനു വേണ്ടി അധ്വാനിച്ചതും പ്രവർത്തിച്ചതും എല്ലാം അല്ലാഹു പൊരുത്തപ്പെട്ട ദീനിന്റെ ഖിദ്മയായി അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഈ മഹത്തായ ഉറൂസിൽ അനുസ്മരിക്കപ്പെടുന്ന സാദാത്തുക്കൾ, പ്രത്യേകിച്ച് പൈതമക്കൾ എന്ന പേരിൽ അറിയപ്പെടുന്ന സാദാത്തുക്കൾ, അല്ലാഹു അവരുടെയൊക്കെ ദറജാത്തുകൾ ഉയർത്തുമാറാവട്ടെ. ജീവിതത്തിലുടനീളം നാളെ പാരത്രിക ലോകത്തും ഈ സാദാത്തുക്കളുടെ, അതുപോലെ അല്ലാഹു ബഹുമാനിച്ച ആദരിച്ച അംബിയ, ഔലിയ, സ്വാലിഹീങ്ങൾ അവരുടെ മദദും പൊരുത്തവും ഗുരുത്വവും അല്ലാഹു നമുക്ക് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ മഹത്തായ ഉറൂസിലേക്ക് നേർച്ചകൾ, സംഭാവനകൾ നൽകിയിട്ടുള്ളവർ, ഈ മജ്ലിസിൽ പ്രത്യേകമായി ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുള്ളവർ, എല്ലാവരുടെയും സർവ ഉദ്ദേശങ്ങളും അല്ലാഹു നിറവേറ്റി റാഹത്ത് നൽകുമാറാകട്ടെ. ഈ മഹത്തായ മജ്ലിസിന് നേതൃത്വം നൽകുന്ന ബഹുമാനപ്പെട്ട ജലാലുദ്ദീൻ പാത്തൂർ തങ്ങളുപ്പാപ്പ ഉൾപ്പെടെ മറ്റു മതക്ക തങ്ങൾ, മറ്റു സാദാത്തുക്കൾ എല്ലാവർക്കും
അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ പൊരുത്തത്തിലായി ആഫിയത്തുള്ള ദീർഘ ആയുസ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നീണ്ട കാലം അവരുടെ തണലും അവരുടെ മദതും അല്ലാഹു നമുക്ക് നിലനിർത്തി തരുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ എന്ന് ആമുഖമായി ദുആ ചെയ്യുന്നു. ജീവിതത്തിലുടനീളം രഹസ്യമായും പരസ്യമായും അല്ലാഹുവിന് തഖ്വ ചെയ്യണമെന്ന് എന്നോടും നിങ്ങളോടും ആദ്യമായി ഉണർത്തുന്നു. ഒരിക്കലും താല്പര്യത്തോടുകൂടെയല്ല ഇരുന്നു കൊണ്ട് പ്രഭാഷണം നടത്തുന്നത്. ഈ സാദാത്തുക്കളുടെ മുൻപിൽ, പണ്ഡിതന്മാരുടെ മുൻപിൽ ഇരിക്കുന്നത് അത്ര അദബല്ല എന്നറിയാം. എങ്കിലും പ്രത്യേക സാഹചര്യത്തിൽ നിൽക്കുന്നതിന് പ്രയാസമുള്ളതിനാലാണ് ഈ മഹത്തായ മജ്ലിസിൽ ഇരുന്നു കൊണ്ട് അല്പം ചില കാര്യങ്ങൾ പറയാം എന്ന് വെച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കബൂൽ ചെയ്യുമാറാകട്ടെ. സാധാരണ നമ്മുടെ മജ്ലിസുകളിലൊക്കെ എത്രയോ ആളുകൾ നിന്നുകൊണ്ട് പ്രഭാഷണം കേൾക്കാറുണ്ട്. സത്യത്തിൽ നിൽക്കുകയല്ല വേണ്ടത്, ഇരിക്കുകയാണ്. മജ്ലിസ് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം തന്നെ ഇരിക്കുന്ന സ്ഥലം എന്നാണ്. മജ്ലിസുൽ ഇൽമ്, ഇൽമ് പറയാനും കേൾക്കാനും പഠിക്കാനും ഇരിക്കുന്ന സ്ഥലം എന്നാണ്. അതുകൊണ്ട് ഇൽമിൻ്റെ ബഹുമാനവും ആദരവും പ്രത്യേകതയും ഉൾക്കൊണ്ട് ആ സദസ്സിൽ പങ്കെടുക്കണം എന്ന് ഉദ്ദേശിക്കുന്ന ആളുകൾ പരമാവധി എവിടെയെങ്കിലും ഇരിക്കാനാണ് ശ്രമിക്കേണ്ടത് എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ആ ഇരിക്കുന്ന സ്ഥലത്തിനാണ് ആ പ്രത്യേകത. നിന്നുകൊണ്ട് പ്രഭാഷണം കേൾക്കേണ്ടതില്ല എന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. മജ്ലിസ് എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം തന്നെ ഇരിക്കുന്ന സ്ഥലം എന്നാണ്. ആകയാൽ ഇതിൻ്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തകന്മാർ പരമാവധി എവിടെയെങ്കിലും ഇരിക്കണം. ഈ മജ്ലിസിൽ മാത്രമല്ല, എല്ലാ മജ്ലിസിലും നാം ഇരുന്ന് ശീലിക്കണം എന്ന് ഞാൻ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തിയതാണ്. മഹാനരായ അഷ്റഫുൽ ഖൽഖ് മുത്തു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വർഗത്തിൻ്റെ തോപ്പെന്ന് വിശേഷിപ്പിച്ചിട്ടുള്ള 4-5 സ്ഥലങ്ങളുണ്ട്. അതിൽ ഒന്ന് വിശുദ്ധ കഅബ ഷരീഫിൻ്റെ തെക്ക് പടിഞ്ഞാറ് മൂലയിൽ സ്ഥാപിക്കപ്പെട്ട വെളുത്ത കല്ലായിരുന്ന, പിന്നീട് മനുഷ്യർ ചെയ്തിരിക്കുന്ന പാപങ്ങളെ കൊണ്ട് കറുത്തുപോയ ഹജറുൽ അസ്വദ്, ആ കല്ലിൻ്റെയും കഅബാലയത്തിൻ്റെ വാതിലിൻ്റെയും ഇടയ്ക്കുള്ള ഒരു സ്ഥലം മുൽത്തസം എന്നാണ് ആ സ്ഥലത്തിന് പറയുക. ആദരവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തവാഫ് ചെയ്ത് മഖാമി ഇബ്രാഹിമിൻ്റെ പിറകിൽ പോയി 2 റക്അത്ത് നിസ്കരിച്ച് ആ സ്ഥലത്തോട് ചേർന്ന് കൊണ്ടാണ് ദുആ ചെയ്തിരുന്നത്. ഏത് സമയത്ത് നിങ്ങൾ കഅബയെ ശ്രദ്ധിച്ചാലും ആയിരക്കണക്കിന് ആളുകൾ തിക്കും തിരക്കും കൂടി അവിടെ വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി വെമ്പൽ കൊള്ളുന്നത് കാണാം. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഒരു കയ്യിൽ കയറ് വിട്ട് പിടിച്ച് ആളുകളെ ഇങ്ങനെ അവിടെ നിന്ന് നീക്കി മാറ്റിക്കൊണ്ടിരിക്കും. പക്ഷേ എത്ര പ്രയാസപ്പെട്ടാലും എത്ര ത്യാഗം ചെയ്താലും
ആ സ്ഥലത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നതിന് ആളുകൾ വല്ലാതെ തിക്കും തിരക്കും കൂടാറുണ്ട്. കാരണം അതൊരു സ്വർഗത്തോപ്പാണ്. വിശുദ്ധ കഅബാലയത്തിന്റെ വടക്കുഭാഗം ലോകത്തുള്ള എല്ലാ പള്ളികളുടെയും മെഹ്റാബുകൾ അത് കഅബയ്ക്കു നേരെയാണ്. ഏത് ഭാഗത്തുള്ള പള്ളികളാണെങ്കിലും ആ പള്ളിക്കൊക്കെ സ്ഥാപിക്കപ്പെട്ട മെഹ്റാബുകൾ അത് കഅബയ്ക്കു നേരെയാണ്. കഅബയുടെ മെഹ്റാബ് എങ്ങോട്ടാണെന്ന് ചോദിച്ചാൽ അത് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹുജ്റത്തു ശരീഫ മദീനയിലേക്കാണ്. അതാണ് ഹിജ്ർ ഇസ്മായിൽ എന്ന് പറയുന്ന ആ പ്രത്യേക സ്ഥലം. അതിന്റെ മുക്കാൽ ഭാഗവും കഅബയിൽ പെട്ടതാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം തങ്ങൾ ശിലയിട്ടുകൊണ്ട് സ്ഥാപിച്ചിരിക്കുന്ന കഅബാലയം പിൽക്കാലത്ത് ഖുറൈശികൾ പുതുക്കി പണിതപ്പോൾ ആ കഅബയിൽ നിന്ന് പൊളിച്ചെടുത്തിരിക്കുന്ന ഉരുപ്പടികൾ അതിന് മതിയാകാതെ വന്നപ്പോൾ അതല്പം ചെറുതാക്കി ആ ഭാഗം പുറത്താക്കിയിട്ട് പടുത്തതാണ്. അതിന്റെ മുക്കാൽ ഭാഗവും കഅബയിൽ പെട്ടതാണ്. കഅബയിൽ വെച്ച് നിസ്കരിക്കണമെന്ന് ഉദ്ദേശിക്കുന്നവർ ഹിജ്ർ ഇസ്മായിലിൽ വെച്ച് നിസ്കരിച്ചാൽ മതിയാകുന്നതാണ്. മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഹിജ്ർ ഇസ്മായിലിലേക്ക് മഴ പെയ്യുമ്പോൾ കഅബയുടെ മുകളിൽ നിന്നുള്ള വെള്ളം ഒലിച്ചിറങ്ങാൻ വേണ്ടി സ്ഥാപിക്കപ്പെട്ടിരിക്കുന്ന ഒരു പാത്തിയുണ്ട്. മീസാബ്, സ്വർണം കൊണ്ട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഒരു പാത്തിയാണ്. അതിന്റെ താഴ്ഭാഗത്ത് ഇരുന്നു കൊണ്ട് ഉസ്മാൻ റളിയല്ലാഹു അൻഹു അള്ളാഹുവിനോട് സ്വർഗം ചോദിച്ചപ്പോൾ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഉസ്മാനെ, സ്വർഗത്തിൽ ഇരുന്നു കൊണ്ടാണോ സ്വർഗം ചോദിക്കുന്നത്? ആ സ്ഥലവും സ്വർഗത്തോപ്പിൽ പെട്ടതാണ്. ഇന്നും നിങ്ങൾക്ക് പോയാൽ അറിയാം, ടെലിഫോൺ ചെയ്താൽ നിങ്ങൾക്കറിയാം, ഏത് പാതിരാ സമയത്തും നട്ടുച്ച സമയത്തും ആളുകൾ ആയിരക്കണക്കിന് കാത്തുകെട്ടിക്കിടക്കുകയാ ആ സ്ഥലത്തുനിന്ന് നിസ്കരിക്കാൻ, അവിടെ ഒരു സുജൂദ് ചെയ്യാൻ, അവിടെ വെച്ചൊരു ദുആ ചെയ്യാൻ ആളുകൾ എത്ര ത്യാഗം ചെയ്തും അവിടെ കാത്തുകൊണ്ടിരിക്കുന്നു. കാരണം ആ സ്ഥലം സ്വർഗത്തോപ്പാണ്. മുത്തു മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വർഗത്തോപ്പ് എന്ന് പറഞ്ഞ മറ്റൊരു സ്ഥലമാണ്. യഥാർത്ഥത്തിൽ റുക്നുൽ യമാനിന്റെയും ഹജറുൽ അസ്വദിന്റെയും ഈ രണ്ട് മൂലകൾക്കിടയിൽ കഅബാലയത്തിൽ മൂല എന്ന നിലയ്ക്ക് ഏറ്റവും പുണ്യപ്പെട്ട മൂല തെക്കു പടിഞ്ഞാറ് മൂലയാണ്. അത് യമനിന്റെ ഭാഗത്തേക്കാണ് റുക്നുൽ യമാൻ എന്ന് പറയുന്നത്. കഅബയിൽ നിന്ന് തൊട്ടുമുത്തൽ പ്രത്യേകമായി സുന്നത്തുള്ള ഒരു സ്ഥലമുണ്ടെങ്കിൽ അത് റുക്നുൽ യമാനാണ്. കഅബയിൽ നിന്ന് ചുംബിക്കാൻ പറ്റുന്ന സ്ഥലമുണ്ടെങ്കിൽ അത് ഹജറുൽ അസ്വദാണ്. ആളുകളൊക്കെ എല്ലായിടത്തും ചുംബിക്കുന്നു, എല്ലായിടത്തും തൊട്ടുമുത്തുന്നു എന്നത് നമ്മൾ നോക്കണ്ട. അഇമ്മത്തവരെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത് അങ്ങനെയാ. ആ റുക്നുൽ യമാൻ എന്ന മൂലയിലെത്തുമ്പോൾ അവിടെ ഒന്ന് തൊട്ടിട്ട് കൈയൊന്ന് ചുംബിക്കൽ സുന്നത്താണ് സാധിക്കുന്ന ആളുകൾക്ക്. അതിനുവേണ്ടി തിക്കും തിരക്കും കൂടേണ്ടതില്ല, അതിനുവേണ്ടിയിട്ട് പ്രയാസപ്പെടേണ്ടതില്ല, ആരെയും തിരക്കേണ്ടതില്ല, ഉപദ്രവിക്കേണ്ടതില്ല. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് ഹിജ്റയ്ക്ക് മുമ്പ് എത്രയാ തവാഫ് ചെയ്തിരുന്നത്, എത്രയാ ഹജ്ജ് ചെയ്തിരുന്നത്, എത്രയാ ഉംറ ചെയ്തിരുന്നത് എന്നറിയില്ല. അതേ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിജ്റയ്ക്ക് ശേഷം ഒരൊറ്റത്തവണ മാത്രമേ ഹജ്ജ് ചെയ്തിട്ടുള്ളൂ. അതവിടുത്തെ പ്രശസ്തമായ ഹജ്ജത്തുൽ വദാ എന്ന് പറയുന്ന ഹജ്ജാണ്. ആ ഒരു ഹജ്ജേ തങ്ങൾ ചെയ്തിട്ടുള്ളൂ. ഹജ്ജ് നിർബന്ധമാക്കപ്പെട്ടതിനു ശേഷം ആ ഹജ്ജില് 100,000-ൽ ചില്വാനം ആളുകൾ പങ്കെടുത്തിട്ടുണ്ട്. അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബാക്കളോട് പറഞ്ഞു, ഖുദു അന്നി മനാസിക്കക്കും, ഹജ്ജിന്റെയും ഉംറയുടെയും കർമ്മങ്ങൾ നിങ്ങൾ എന്നിൽ നിന്ന് കണ്ടോളൂ, പഠിച്ചോളൂ. അങ്ങനെ ലോകത്ത് ഖിയാമത്ത് നാൾ വരെ വരുന്ന വിശ്വാസികൾക്ക് ഹജ്ജും ഉറയും ചെയ്ത് കാണിച്ചു കൊടുക്കാൻ വേണ്ടി മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെയ്ത ഹജ്ജത്തുൽ വദാഇല്
അവിടുന്ന് ആളുകൾക്ക് പിറകിലായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒട്ടകപ്പുറത്ത് തവാഫ് ചെയ്തിട്ട് തങ്ങളെ കയ്യിലുണ്ടായിരുന്ന വടി, ആ വടി കൊണ്ട് ഹജർ റസൂദിലേക്ക് ഇങ്ങനെ ചൂണ്ടിയിട്ട് ആ വടിയുടെ അഗ്രം ചുംബിക്കുകയാ തങ്ങൾ ചെയ്തത്. അതിനുവേണ്ടി തിക്ക് കൂടിയിട്ടില്ല, തിരക്ക് കൂടിയിട്ടില്ല. ഹബീബായ തങ്ങൾക്ക് ആ ഹജർ റസൂദ് ചുംബിക്കണമെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ, ഹജ്ജിൽ അങ്ങനെ ചുംബിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ, തവാഫ് ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യലൊരു പ്രത്യേകമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തിക്കും തിരക്കും പരിഗണിക്കാതെ ചെയ്തേ പറ്റൂ എന്ന് തീരുമാനിച്ചിരുന്നുവെങ്കിൽ എന്തുകൊണ്ട് തങ്ങൾ അങ്ങനെ സാഹസപ്പെട്ടില്ല? തങ്ങൾക്ക് വേണ്ടി ആളുകൾ ഒരുക്കി കൊടുക്കൂലേ? തങ്ങൾക്ക് വേണ്ടി ആളുകൾ ഒഴിഞ്ഞു കൊടുക്കൂലേ? പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത് അങ്ങനെയാണ്. ഇരിക്കട്ടെ, ഈ റുക്നുൽ യമാനിന്റെയും ഹജർ അസ്വദിന്റെ ഇടയ്ക്കുള്ള സ്ഥലവും സ്വർഗത്തോപ്പാണ്. പിന്നീട് ലോകത്തൊരു സ്വർഗത്തോപ്പുണ്ട്. ആ സ്വർഗത്തോപ്പ് ഏതാണെന്നറിയുമോ? ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മാ ബൈന ഖബരി വ മിംബരി റൗദത്തുൻ മിൻ റിയാദിൽ ജന്ന. എൻ്റെ വീടിൻ്റെയും അഥവാ എൻ്റെ ഖബറു ഷരീഫിൻ്റെയും എൻ്റെ മിൻബറിൻ്റെയും ഇടയ്ക്കുള്ള സ്ഥലം ചിന്തിക്കണം. എൻ്റെയും എൻ്റെ വീടിൻ്റെയും എൻ്റെ മിഹ്റാബിൻ്റെയും ഇടയ്ക്കുള്ള സ്ഥലം എന്നല്ല പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പാദസ്പർശം കൊണ്ട് അനുഗ്രഹീതമായതിന്റെ പേരിലാ, തങ്ങൾ നടന്നതിന്റെ പേരിലാ അത്രയ്ക്കും പുണ്യപ്പെട്ട സ്ഥലമായി മാറി സ്വർഗത്തോപ്പാണ് എന്ന് തങ്ങൾ പ്രഖ്യാപിച്ചതെങ്കിൽ ഈ മിമ്പറിലേക്ക് നടന്നതിനേക്കാൾ കൂടുതൽ തങ്ങൾ നടന്നിട്ടുണ്ടാവുക അവിടുത്തെ മിഹ്റാബിലേക്കാ. എപ്പോഴെങ്കിലുമൊക്കെയല്ലേ ഖുത്ബ ഓതാറുള്ളൂ? അതേ സമയത്ത് നിസ്കാരം എങ്ങനെയാണോ? ഓരോ ദിവസവും ചുരുങ്ങിയത് 5 തവണ മുത്തു മുഹമ്മദ് മുസ്തഫ മിഹ്റാബിലേക്ക് നിസ്കരിക്കാൻ വേണ്ടി പോകും. അപ്പൊ തങ്ങൾ കാല് വെച്ച് നടന്നത് കൊണ്ടാണ് അതിന്റെ പ്രത്യേകതയെങ്കിൽ എന്റെ വീടിന്റെയും എന്റെ മിഹ്റാബിന്റെയും ഇടയ്ക്കുള്ള സ്ഥലം എന്നല്ലേ തങ്ങൾ പറയേണ്ടത്? പക്ഷേ തങ്ങൾ പറഞ്ഞത് എന്റെ ഖബറിന്റെയും എന്റെ മിംബറിന്റെയും ഇടയ്ക്കുള്ള സ്ഥലമാണ്. എന്തേ കാരണം? അതൊരു ആലിം ഇൽമ് പറയാൻ നടന്നുപോയ സ്ഥലമാണ്. ആലിം ഇൽമ് പറയാൻ നടന്നുപോയ സ്ഥലമാണ്. അത് ഇൽമിന്റെ പ്രത്യേകതയാണ്, അത് ഇൽമിന്റെ ബഹുമാനമാണ്, അത് ഇൽമിന്റെ ആദരവാണ്. ആലിം ഇൽമ് പറയാൻ വേണ്ടി പെടുന്ന സ്ഥലം. അതുകൊണ്ട് ഇത് നമ്മൾക്ക് തിരിച്ചറിവ് വേണം. മസ്ജിദുൽ നബവിയുടെ തിക്കും തിരക്കിനും പെട്ട് 90, 95, 100 വയസ്സ് പ്രായമുള്ള ആളുകള് വീണ് കിടക്കുമ്പോൾ വീണ്ടും പ്രാർത്ഥിക്കുന്നത് മനം നൊന്തുകൊണ്ട് പറയുന്നത്, ഒരിക്കൽ കൂടി ഇവിടെ വരാൻ നീ തൗഫീക്ക് നൽകണമേ എന്ന്. എത്രമാത്രം ചൂട് കഠിനമായ സന്ദർഭത്തിലാണെങ്കിലും 4-5 മണിക്കൂർ കാത്തുകെട്ടിക്കിടന്ന് അവിടെ സഫായിട്ട് കാത്തുനിന്ന് ആ പുണ്യപ്പെട്ട സ്ഥലത്തേക്കൊന്ന് പോകാൻ, അവിടെ ഒന്ന് നിസ്കരിക്കാൻ, അവിടെ വെച്ചൊരു ദുആ ചെയ്യാൻ, അവിടെ ഒന്ന് മുത്തിമണയ്ക്കാൻ ഇത്രയും താല്പര്യപ്പെടുന്നത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വർഗത്തോപ്പാണ് എന്ന് പറഞ്ഞതിന്റെ പേരിലാണെങ്കിൽ, അത് സ്വർഗത്തോപ്പായി മാറിയത് ആലിമ് ഇൽമു പറയാൻ വേണ്ടി നടന്നുപോയ സ്ഥലമായതിന്റെ പേരിലാണെങ്കിൽ, ആ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതേപോലെ വാക്കുകൾക്ക് വ്യത്യാസമില്ലാതെ, സെന്റൻസിന് മാറ്റമില്ലാതെ അവിടുന്ന് പഠിപ്പിച്ച മറ്റൊരു സ്വർഗത്തോപ്പാണ് ആഖിറു സമാനിലെ മക്കളെ മജ്ലിസുൽ ഇൽം. അല്ലാഹുവിനെ കുറിച്ചും അല്ലാഹുവിന്റെ റസൂലിനെ കുറിച്ചും ആഖിറത്തെ കുറിച്ചും അല്ലാഹുവിന്റെ നിഅമത്തുകളെ സംബന്ധിച്ചും അല്ലാഹുവിന്റെ ശിക്ഷകളെ സംബന്ധിച്ചും അല്ലാഹുവിനെ കുറിച്ച് ഖാലിഖായ സിട്ടാവായ അല്ലാഹുവിനെ കുറിച്ച് ബോധം ഉണ്ടാക്കുന്ന ആലിമിന്റെ ഉഖ്റവിയായ ഇൽമ് പറയുന്ന മജ്ലിസ്, ആ മജ്ലിസും ഇതുപോലെ സ്വർഗത്തോപ്പാണ്. അത്തരം സ്വർഗത്തോപ്പിൽ അല്ലാഹു ഇത് ഉൾപ്പെടുത്തുമാറാവട്ടെ, അല്ലാഹു ഉൾപ്പെടുത്തുമാറാവട്ടെ. ആമീൻ പറയാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ഈ സദാത്തുക്കളും ആലിമീങ്ങളും സ്വാലിഹീങ്ങളും ഒരുമിച്ച് കൂടിയ ഈ മജ്ലിസിൽ പങ്കെടുക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് തന്നതുപോലെ, അവൻ നമ്മെ അനുഗ്രഹിച്ചതുപോലെ ഇതിന്റെ പുണ്യം നേടാനും അതുകൊണ്ട് പാപങ്ങൾ പൊറുപ്പിക്കാനും അതുകൊണ്ട് നാളെ ആഖിറത്തിലേക്ക് എന്തെങ്കിലും സമ്പാദിക്കാനും അല്ലാഹു എനിക്കും നിങ്ങൾക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ. ഞാൻ ഇന്നിവിടെ പ്രസംഗിക്കാൻ ഉദ്ദേശിച്ചതായിരുന്നില്ല, മറിച്ച് കഴിഞ്ഞ ദിവസം ഡോക്ടറെ കാണാൻ വേണ്ടി പോയപ്പോൾ എന്നോട് 1-2 ദിവസമായിട്ട് ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആവണമെന്ന് പറഞ്ഞതായിരുന്നു. ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആയി കഴിഞ്ഞാൽ പ്രസംഗിക്കാൻ വരാൻ പറ്റൂല, ഈ സാദാത്തുക്കളോടൊന്നും അത് പറയാൻ പറ്റൂല.
ഈ സാദാത്തുകളെ പ്രാർത്ഥനയും ഇവരെ സാന്നിധ്യവും ഇവരെ ആശീർവാദവും ഇവരുടെ പ്രാർത്ഥനയുമാണ് ഏറ്റവും വലുത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മാത്രമാ ഇന്ന് ഈ പ്രഭാഷണത്തിൽ ഞാൻ എത്തിയത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സാദാത്തുക്കളുടെ ബഹുമാനം കൊണ്ട്, അവർക്ക് റബ്ബ് നൽകിയിട്ടുള്ള ആദരവ് കൊണ്ട്, അവർക്ക് റബ്ബ് നൽകിയിട്ടുള്ള പ്രത്യേകത കൊണ്ട്, അവരെ ശിരകളിൽ ഓടിക്കൊണ്ടിരിക്കുന്ന രക്തത്തിന്റെ പവിത്രത കൊണ്ട് നമ്മുടെ സർവ്വ പ്രശ്നങ്ങളും അല്ലാഹു പരിഹരിച്ച് നൽകുമാറാവട്ടെ. അഹ്ലു ബൈത്തിനെ പറ്റി മുത്തു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉപമിച്ചിരിക്കുന്നത് അതായത് നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കപ്പൽ പോലെയാണ്. ഈ ഉദാഹരണത്തെ കുറിച്ച് നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ലോകത്ത് എന്തെല്ലാം വാഹനങ്ങളുണ്ട്. കാളവണ്ടി ഉണ്ടായിരുന്നു, കുതിരവണ്ടി ഉണ്ടായിരുന്നു, അങ്ങനെ തുടങ്ങിയിട്ട് മോട്ടോർ വാഹനങ്ങൾ ഉണ്ടായിരുന്നു, ഇങ്ങനെ ഏതെല്ലാം രൂപത്തിലുള്ള വാഹനങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ ഈ ഭൂമിയിൽ ആദ്യമായിട്ട് ഉണ്ടായൊരു വാഹനമുണ്ടെങ്കിൽ അത് നൂഹ് നബിയുടെ കപ്പലാണ്. അതിനുശേഷമാ ലോകത്ത് കാളവണ്ടി വന്നത്, അതിനുശേഷമാ കുതിരവണ്ടി വന്നത്, അതിനുശേഷമാ കഴുതവണ്ടി വന്നത്, അതിനുശേഷമാ മറ്റു വാഹനങ്ങൾ മുഴുവനും വന്നത്. ലോകത്ത് ആദ്യമുണ്ടായിട്ടുള്ളൊരു വാഹനമുണ്ടെങ്കിൽ അത് ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കപ്പലാ. ഇന്നും നിങ്ങൾ ചിന്തിച്ചു നോക്ക്, കപ്പലിനെ പോലത്തെ ഒരു വാഹനമുണ്ട്. കപ്പലിനെ പോലത്തെ വിശാലമായ യാത്രാ കപ്പലുണ്ട്, ചരക്ക് കപ്പലുണ്ട്, ടൂറിസ്റ്റ് കപ്പലുണ്ട്, യുദ്ധവാഹിനി കപ്പലുണ്ട്, ഫ്ലൈറ്റ് പോലും വന്നിറങ്ങാൻ സംവിധാനങ്ങളുള്ള കപ്പലുണ്ട്. എത്ര വലിയ കപ്പലുകളുണ്ട്! എന്നാൽ ആ കപ്പൽ പോലത്തെ ഏതെല്ലാം രൂപത്തിൽ നിങ്ങൾക്ക് കപ്പലിനെ കുറിച്ചറിയാം, ഏതെല്ലാം രൂപത്തിൽ നിങ്ങൾ കപ്പലിനെ മനസ്സിലാക്കിയിട്ടുണ്ട്. ആർഭാടമുള്ള കപ്പലുണ്ട്, എല്ലാം കൊണ്ടും തികഞ്ഞ കപ്പലുണ്ട്. ഏതെങ്കിലും 10, 10, 12, 18 മണിക്കൂർ ഇനിയും നീണ്ട കര കാണാൻ യാത്ര ചെയ്യാനിരിക്കുന്ന ജംബോ ജെറ്റ് ഫ്ലൈറ്റ് എങ്ങാനും അതിന്റെ ഇന്ധനമോ മറ്റോ തീർന്ന് അർജന്റായിട്ട് ഇറക്കണം എന്ന് ഉദ്ദേശിച്ചാൽ ആദ്യം ചിന്തിക്കുന്നത് കടലിലേക്കാണ്. കടലിൽ കൂടി നീണ്ട സമുദ്രത്തിൽ കൂടി പാറിപ്പറക്കുന്ന ഫ്ലൈറ്റ് ആദ്യം ചിന്തിക്കുന്നത് എവിടെയാ ഒരു കപ്പലുള്ളത് എന്നാണ്. ആ കപ്പലിന്റെ കൊടി ഏതാണെന്നാ. എന്നിട്ട് ആ കപ്പലിലെ കപ്പിത്താനുമായി ബന്ധപ്പെട്ട് ഇത്രയും വലിയ ഫ്ലൈറ്റ് ജംബോ ജെറ്റ് ആയിരക്കണക്കിന് ആളുകളെയും കൊണ്ട് അല്ലെങ്കിൽ ചരക്കുകളെയുമായി പോകുന്ന 10, 18 മണിക്കൂർ ഇനിയും കര കാണാൻ വേണ്ടി യാത്ര ചെയ്യുന്ന ആ ഫ്ലൈറ്റ് അത് ലാൻഡ് ചെയ്യുന്നത് കപ്പലിന്റെ മുകളിലാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വെറുതെ പറഞ്ഞതല്ല, ഈ അഹ്ലു ബൈത്ത് കപ്പൽ പോലെയാണെന്ന്. ഈ അഹ്ലു ബൈത്ത് കപ്പൽ പോലെയാണെന്ന് വെറുതെ പറഞ്ഞതാണെന്ന് തോന്നിയോ? ഈ ലോകത്ത് എല്ലാ ചെറിയവർക്കും വലിയവർക്കും പണ്ഡിതനും പാമരനും സാധാരണക്കാരനും സർവ്വ ആളുകൾക്കും നീറുന്ന പ്രശ്നങ്ങൾക്കും പ്രതിസന്ധികൾക്കും പ്രയാസങ്ങൾക്കും മറാപ്പുകളൊന്ന് എത്തിവെക്കാൻ, അവരുടെ പ്രയാസങ്ങളൊന്ന് എടുത്തു വെക്കാൻ, അവരെ പ്രയാസങ്ങൾക്കൊരു ആശ്വാസം ലഭിക്കാൻ, തന്റെ പ്രശ്നത്തിന്റെ ഭാരങ്ങൾ ഇറക്കി വെക്കാനുള്ള അത്താണിയാണ് മുത്തു മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അഹ്ലു ബൈത്ത്. എനിക്ക് വലിയ താല്പര്യമുണ്ട്, അഹ്ലു ബൈത്തിനെ കുറിച്ച് പ്രഭാഷണം നടത്താൻ താല്പര്യമുണ്ട്. പക്ഷെ എന്നോട് ചിലരൊക്കെ പറഞ്ഞു ഖബറിനെ പറ്റിയാവാണ് പറയേണ്ടത് എന്ന്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ശരിയായ ബോധം നൽകുമാറാവട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, അഹ്ലു ബൈത്ത് എന്ന് പറഞ്ഞാൽ ആരാണെന്നറിയുമോ? നമുക്കറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. അഹ്ലു ബൈത്ത് എന്ന് പറയുന്നതും ആലുൻ നബി എന്ന് പറയുന്നതും അതുപോലെ സാദാത്തുക്കൾ ദുർരിയത്തുൻ നബി എന്ന് പറയുന്നതും ഒക്കെ വ്യത്യാസമുണ്ട്. എല്ലാം ഒരുപോലെയല്ല. നമ്മൾ ഒന്നായിട്ട് മനസ്സിലാക്കി, നമ്മുടെ കേരളത്തിൽ അറിയപ്പെട്ട എല്ലാ തങ്ങന്മാർക്കുമാണ് അഹ്ലു ബൈത്ത് എന്ന് പറയുന്നത്. അല്ലല്ല, ആലുൻ നബി എന്ന് പറയുന്നത് വേറെയാണ്, അഹ്ലു ബൈത്ത് എന്ന് പറയുന്നത് വേറെയാണ്, ദുർരിയത്തുൻ നബി എന്ന് പറയുന്നത് വേറെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, നിങ്ങൾ ഓർത്തു നോക്ക്, ഈ ലോകത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആലു പോലെ കുടുംബം പോലെ ഇത്രയ്ക്കും വിശാലമായിരിക്കുന്ന ഒരു കുടുംബം വേറെയില്ല. ഖിയാമത്ത് നാൾ വരേക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഉമ്മത്തിന് രക്ഷയ്ക്ക് വേണ്ടി, സമാധാനത്തിന് വേണ്ടി ഉമ്മത്തിന് നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കപ്പൽ പോലെ ഈ ഉമ്മത്തിന് ബാക്കി വെച്ചു പോയതാണ് മുഹമ്മദ് റസൂലുള്ളാഹിന്റെ അഹ്ലു ബൈത്ത്. അറിയുമോ? ക്രിസ്തുവർഷം 632 മാർച്ച് മാസം 31-ാം തീയതി അസ്വാദിഖുൽ മസ്തൂഖ് മുത്തു മുഹമ്മദ് മുസ്തഫ മിനായിൽ വെച്ചുകൊണ്ട് ലോകത്തോട് വിടവാങ്ങൽ പ്രഭാഷണം നടത്തിയപ്പോൾ
ലോകത്തോട് നടത്തിയിട്ടുള്ള പ്രഭാഷണം, ഏറ്റവും സമഗ്രമായിരിക്കുന്ന പ്രഭാഷണം. നമ്മളെപ്പോലെ മണിക്കൂർ കണക്കിനൊന്നും തങ്ങൾ പ്രസംഗിക്കാറില്ല, തങ്ങൾ പ്രസംഗിച്ചിട്ടുമില്ല. അഹ്ലു ബൈത്ത് അങ്ങനെ പ്രസംഗിക്കും വേണ്ട. ഞാൻ 2-3 മണിക്കൂർ പ്രസംഗിക്കുന്ന ജലാലുദ്ദീൻ നിങ്ങൾ 5 മിനിറ്റ് പറഞ്ഞാൽ മതിയാകും. അതുപോലത്തെ തങ്ങന്മാരൊക്കെ വളരെ കുറച്ച് പറഞ്ഞാൽ മതിയാകും. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ. ബഹുമാനപ്പെട്ട സയ്യിദ് അലി ബാഫഖി തങ്ങൾ അല്ലാഹു തആല ദീർഘ ആയുസ്സും ആഫിയത്തും കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ സാദാത്തുകളിൽ വലിയ കാരണവരാണ്, സമസ്തയുടെ ട്രഷററാണ്. സമസ്തയിൽ ഒരുപാട് ഉന്നതമായ സ്ഥാനം വഹിക്കുന്ന ബഹുമാനപ്പെട്ട സയ്യിദ് അലി ബാഫഖി തങ്ങൾ എത്രയോ കാലമായി അസുഖമായിട്ട് അതേ സമയത്ത് നമ്മുടെ എല്ലാ വേദികളിലും അവിടെ നിറഞ്ഞു നിൽക്കുകയാണ്. തിരുവനന്തപുരത്താണെങ്കിലും കാസർഗോഡാണെങ്കിലും മംഗലാപുരത്താണെങ്കിലും ഗൾഫിലാണെങ്കിലും എവിടെയാണെങ്കിലും നമ്മുടെ എല്ലാ സമ്മേളനത്തിലും ബഹുമാനപ്പെട്ട സയ്യിദ് അലി ബാഫഖി തങ്ങളുപ്പാപ്പ നിറഞ്ഞു നിൽക്കും. തങ്ങളുപ്പാപ്പ അവിടെയൊക്കെ പോകും, ആരുടെയും അരികിലെത്തും. ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്, എന്തിനായി തങ്ങളുപ്പാപ്പ ഇങ്ങനെ പോകുന്നത്? തങ്ങളുപ്പാപ്പ മറ്റ് സാധാരണ പോലെ ഒരു സുദീർഘമായ ഒരു ദുആ നടത്താറില്ല. തങ്ങളുപ്പാപ്പ എന്തെങ്കിലും പ്രസംഗിക്കുന്ന ആരും കേട്ടിട്ടില്ല. പക്ഷെ തങ്ങളുപ്പാപ്പ അല്ലാത്തൊരു പരിപാടിയില്ല. അപ്പൊ ഞാനിങ്ങനെ ചിന്തിക്കുക, എന്തിനാണത്? അപ്പോഴാ മനസ്സിലായത്, ആ മഹാവ്യക്തിത്വത്തിൻ്റെ ഒരു സാന്നിധ്യം മതി, ശ്രീധന്മാരുടെ ഒരു സാന്നിധ്യം മതി. അവരിങ്ങനെ പ്രസംഗിക്കൊന്നും വേണ്ട, അവരിങ്ങനെ വാചാലമായിട്ട് ദുആ ചെയ്യൊന്നും വേണ്ട, അവരെ സാന്നിധ്യം മതി. അതിന് ഒരുപാട് ഉദാഹരണങ്ങളില്ലേ? അതുകൊണ്ട് തന്നെയാണ് ബഹുമാനപ്പെട്ട തങ്ങളുപ്പാപ്പെന്ന് വന്നിട്ട് ആ ദുആ സാധാരണ നടത്തുന്ന ആ ദുആ നടത്തിയാൽ തന്നെ ആ സദസ്സിന് മുഴുവനും വല്ലാത്ത സമാധാനമാണ്, വല്ലാത്ത ആശ്വാസമാണ്. അല്ലാഹു ഇനിയും നീണ്ട കാലം അത് നിലനിർത്തുമാറാവട്ടെ. നിങ്ങൾ ഓർത്ത് നോക്കും, മുഹീദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു അഹ്ലു ബൈത്തിൽ വലിയ മഹാനല്ലേ സയ്യിദ് അബ്ദുൽ ഖാദിർ ജീലാനി. ആ സയ്യിദ് അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങളുടെ പ്രത്യേകത നിങ്ങൾക്ക് അറിഞ്ഞില്ലേ? 15 വയസ്സ് 18 വയസ്സ് 16 വയസ്സ് പ്രായമുള്ള സമയത്താണ് ലോകം കണ്ട ഏറ്റവും വലിയ കൊള്ളക്കാരനും ഏറ്റവും വലിയ ദമ്മാടിയുമായ ഒരു വ്യക്തി ബഹുമാനപ്പെട്ട മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങൾ ഉൾക്കൊള്ളുന്ന ആ സംഘത്തെ, യാത്രാ സംഘത്തെ കൊള്ള ചെയ്തിട്ട് മുഹീദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹുവിന്റെ അടുത്തുള്ള സ്വർണ്ണമൊക്കെ പിടിച്ചെടുത്തിട്ട് മുഹീദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു സയ്യിദ് അബ്ദുൽ ഖാദിർ തങ്ങളോട് ഒരു 5 മിനിറ്റ് സംസാരിച്ചു. 5 മിനിറ്റ് സംസാരിച്ചിട്ടുള്ളൂ. എന്തേ സംസാരിച്ചത്? ബഹുമാനപ്പെട്ടവരോട് ചോദിച്ചു, നീ ആരാ? ഞാനാണ്. നിന്റെ കയ്യിൽ എന്താ ഉള്ളത്? എൻ്റെ അടുത്ത് 40 സ്വർണ്ണ നാണയങ്ങളുണ്ട്. എവിടെയാ ഉള്ളത്? അത് എൻ്റെ കുപ്പായത്തിൻ്റെ താഴ്ഭാഗത്ത് കക്ഷത്തിൻ്റെ ഭാഗത്തിൻ്റെ ഉമ്മ അത് പിടിച്ച് അത് തുന്നിക്കെട്ടിയിട്ടുണ്ട്. നീ എന്താ ഇങ്ങനെ സത്യം പറയാൻ കാരണം? ഒന്നുമല്ല, എൻ്റെ ഉമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട് നീ സത്യമേ പറയാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു. ഇത്ര മാത്രമേ ആ കൊള്ളക്കാരനും മുഹീദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു തങ്ങളാകുന്ന തങ്ങൾ, ആ തങ്ങളുപ്പാപ്പയും മുത്തുനബിയും ആ തങ്ങളുപ്പാപ്പയും കൊള്ളക്കാരനും അത്രേ സംസാരിച്ചിട്ടുള്ളൂ. ഈ കൊള്ളക്കാരനോട് നീ കൊള്ള ചെയ്യരുത്, നീ തമ്മാടിത്തം ചെയ്യരുത്, അള്ളാഹുവിനെ പേടിച്ച് ജീവിക്കണം, നിന്റെ തോന്നിവാസം അവസാനിപ്പിക്കണം എന്നൊന്നും പറഞ്ഞിട്ടില്ല. ഒരു വയതും പറഞ്ഞിട്ടില്ല, ഒരു ഉപദേശം നൽകിയിട്ടില്ല, ഒരു പ്രാർത്ഥനയും നടത്തിയിട്ടില്ല. പക്ഷേ മഹാനായ സയ്യിദ് അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങളടുത്ത് ഈ 2-3 മിനിറ്റ് അയാൾ നിന്നു. നിങ്ങൾ ചരിത്രം പഠിച്ചിട്ടുണ്ടോ? വേറൊന്നും ചെയ്തിട്ടില്ല. ആ ഒരു 2-3 മിനിറ്റ് നിന്നതോടുകൂടി ആ മനുഷ്യന് മാറ്റം. അദ്ദേഹത്തിന്റെ അത്രയും കാലമുള്ള കൊള്ള സംഘത്തിൽ നിന്ന് അയാൾ രാജിവെച്ചു. അയാൾ കട്ടതെല്ലാം തിരിച്ചു കൊടുത്തു. അയാൾ നല്ല ആത്മാർത്ഥതയുള്ള ആത്മീയതയുള്ള മനുഷ്യനായി തീർന്നു. അയാൾ പിന്നെ ഉന്നതമായ സ്ഥാനത്തെത്തി. എന്തേ തങ്ങളുപ്പാപ്പ അവിടെ ചെയ്തത്? തങ്ങളുപ്പാപ്പ പോയത് പറഞ്ഞ, തങ്ങളുപ്പാപ്പ ആയത്തോതിയ, തങ്ങളുപ്പാപ്പ ദുആ ചെയ്ത, തങ്ങളുപ്പാപ്പ എന്താ ചെയ്തേ? സയ്യിദ് അബ്ദുൽ ഖാദിർ ചരിത്രം എല്ലാരും കേട്ട ചരിത്രമല്ലേ? എല്ലാവർക്കും അറിയില്ല ഈ ചരിത്രം. അതാണ് സയ്യിദന്മാരെ പ്രത്യേകത. അവരുടെ സമീപത്ത് 5 മിനിറ്റ് സമയം കിട്ടിയാൽ, സ്വാലിഹീങ്ങളോടൊന്നിച്ച് 5 മിനിറ്റ് സഹവസിക്കാൻ കഴിഞ്ഞാൽ, ഒരു തങ്ങളുപ്പാപ്പന്റെ സമീപത്ത് പോയിട്ട് 5 മിനിറ്റ് നിൽക്കാൻ കഴിഞ്ഞാൽ, ഒരു തങ്ങളുടെ സാന്നിധ്യം നമുക്ക് കിട്ടിയാൽ, ഒരു തങ്ങൾ നമ്മളെ വീട്ടിൽ വന്ന് ഭക്ഷണം കഴിച്ചാൽ, ഒരു തങ്ങളെ വീട്ടിൽ പോയി നമ്മളൊരു ഭക്ഷണം കഴിച്ചാൽ, ഒരു തങ്ങളെ സമീപത്ത് പോയി 5 മിനിറ്റ് നമ്മൾ നിന്നാൽ, അല്ലാ അടിമുടി മാറ്റം വരുന്നതാ.
ആത്മീയത വരുന്നതാ, റബ്ബിനെ പറ്റി ബോധം വരുന്നതാ, തെറ്റുകളിൽ നിന്ന് രാജിയാകുന്നതാ, തെറ്റിൽ നിന്ന് വിരമിക്കുന്നതാ. അത് ജീവിച്ചിരിക്കുന്ന തങ്ങളാണെങ്കിലും വഫാത്തായി കിടക്കുന്ന തങ്ങളാണെങ്കിലും ആ തങ്ങന്മാരെ കൊണ്ട് കിട്ടുന്ന പ്രത്യേകതയാ. ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരനായ തങ്ങളായേക്കാം, നമ്മുടെ അത്ര പ്രായമുണ്ടാവണമെന്നില്ല, നമ്മെ പോലെ പഠിച്ച തങ്ങളാവണമെന്നില്ല, നമ്മെ പോലെ ഉന്നതമായ സ്ഥാനം, നമ്മളെ പോലെ ഡിഗ്രിയുടെ അപ്പുറവും നേടിയവരാവണമെന്നില്ല. അതുകൊണ്ടാ കേരളത്തിലുടനീളം സുബ്ഹാനല്ലാഹ് ഇത്രയധികം തങ്ങന്മാര് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മക്കള് ലോകത്ത് ഇത്രമാത്രം വിന്യസിക്കപ്പെട്ടത് അല്ലാഹ് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് തങ്ങൾക്ക് 7 മക്കളാ. ഏറ്റവും മൂത്ത മകൻ അവിടുന്ന് കാസിം തങ്ങളാ, രണ്ടാമത്തെ മകൻ അതേ ബഹുമാനപ്പെട്ട ബീബി സൈനബ, മൂന്നാമത്തെ ബീബി റുഖിയ്യ, നാലാമത്തെ മുഗുൽസൂം ബീവിയ, അഞ്ചാമത്തെ സയ്യിദ് അബ്ദുള്ളയ, ഫാത്തിമ ബീവിയ, ഇബ്രാഹിം എന്ന തങ്ങളാ. അല്ലാഹ് ഈ 6 പേരുടെയും ഉമ്മ ബീവി ഖദീജയാ. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഒന്നാമത്തെ മോനാകുന്ന കാസിം തങ്ങൾ മരണപ്പെട്ടു കാലച്ചെറുപ്പത്തില്. അതേ അവിടുത്തെ 6 മക്കളും തങ്ങൾ വഫാത്താകുമ്പോൾ മരണപ്പെട്ടിട്ടുണ്ട്. വഫാത്താകുന്ന സമയത്ത് ജീവിച്ചിരിക്കുന്ന ഏകമകള് ബീവി ഫാത്തിമയാ. അതേ കാസിം തങ്ങൾ മരണപ്പെട്ടു. രണ്ടാമത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പിറന്ന പൊന്നുമോൻ താഹിർ എന്നും ത്വയ്യിബ് എന്നും പേര് വിളിച്ചിരുന്ന അബ്ദുള്ള എന്ന തങ്ങളും മരിച്ചു. മുലകുടി പ്രായത്തിൽ മരിച്ചു. മക്കക്കാര് പരിഹസിച്ചു, ഈ മുഹമ്മദിന് ആൺമക്കൾ നിൽക്കൂല, പരമ്പരയില്ല, മക്കളില്ല. ഏറി വന്നാൽ മുഹമ്മദിന്റെ കാലത്തോടു കൂടി തന്റെ പ്രസ്ഥാനം അങ്ങ് തകർന്നു പോകും. ഇത് കൊണ്ട് നടക്കാനും ഇത് പിന്നീട് പ്രചരിപ്പിക്കാനും ആളുകളില്ലല്ലോ, അനന്തരമില്ല എന്ന് പറഞ്ഞ് തങ്ങളെ വല്ലാതെ പരിഹസിച്ചപ്പോൾ ആസുബിന് വായില തങ്ങളെ കുറ്റപ്പെടുത്തിയതാ, തങ്ങളെ മനസ്സ് നോവുന്നതാ. എനിക്ക് മക്കളെ തരാത്തത് എന്റെ കുറവാണോ? എന്റെ ആൺമക്കൾ മരിച്ചത് എന്റെ തകരാറാണോ? സർവാധിനാഥനായ റബ്ബുൽ ഇസ്സത്ത് കൊണ്ടുപോയതല്ലേ. ആ ദുഃഖം തളം കെട്ടി നിൽക്കുമ്പോഴാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പരിഹസിച്ചുകൊണ്ട് അതേ അബ്തറ, വാലറ്റവനാ, പരമ്പരയില്ലാത്തവനാ, മക്കളില്ലാത്തവനാ എന്നങ്ങ് പരിഹസിച്ചപ്പോൾ അല്ലാഹ് പറഞ്ഞു, നബിയേ, ആര് പറഞ്ഞു തങ്ങൾക്ക് മക്കളില്ലെന്ന്? ആര് പറഞ്ഞു തങ്ങൾക്ക് പരമ്പരയില്ലെന്ന്? ഇന്നാഴ്ത്വൈനാക്കൽ കൗസറ, തങ്ങൾക്ക് ധാരാളം മക്കളെ തന്നിട്ടുണ്ട്. ലോകത്ത് തങ്ങളെപ്പോലെ മക്കളുള്ള ഒരാളുണ്ടോ? ആസുവിന് വായിലിനോ, അബൂജഹിലിനോ, അബൂലഹബിനോ, അതാഴ്ത്തുബത്തിനോ, ഷൈബത്തിനോ, ഇങ്ങനെ ഏതെങ്കിലും ആ കാലഘട്ടത്തിലുള്ള തറവാടുള്ളവർക്ക്, പൊലിമയുള്ള ആളുകൾക്കൊരു സന്താനം ഇന്ന് ലോകത്ത് നിലനിൽക്കുന്നുണ്ടോ? അവരെ സന്താനങ്ങളുണ്ടോ? അവരെ പരമ്പരയുണ്ടോ? അതേ സമയത്ത് ഹബീബായ തങ്ങൾക്ക് ആയിരക്കണക്കിനല്ല, ലക്ഷക്കണക്കിനല്ല, കോടിക്കണക്കിന് മക്കള് ഇല്ലാത്ത സ്ഥലങ്ങളില്ല. ഇന്നഴ്തൈനാക്കൽ കൗസറ ഫസല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിയക വൽ അബ്തർ. ആരാണ് തങ്ങളെ വേദനിപ്പിച്ചത്? ആരാണ് തങ്ങളെ കുറ്റപ്പെടുത്തിയത്? ആരാ തങ്ങളെ പരിഹസിച്ചത്? അവനാണ് വാലറ്റവൻ, അവനാണ് പരമ്പരയില്ലാത്തവൻ, അവനാണ് മക്കളില്ലാത്തവൻ. അല്ലാ തങ്ങൾക്ക് റബ്ബങ്ങ് കൊടുത്തതാ.
മക്കളെ കൊടുത്തതാ. ഖദീജ ബീവി വിഷമിക്കുകയാ. 6 മക്കളെ പ്രസവിച്ചിട്ട് ഒരു ആൺകുട്ടി പോലും നിന്നില്ലല്ലോ. ഹബീബായ തങ്ങളെ വീട്ടിലേക്ക് അങ്ങ് കയറി ചെന്നപ്പോ ഖദീജ ബീവി കരയുകയാ. 40 വയസ്സുള്ള സമയത്ത് കല്യാണം കഴിച്ച് 64 വയസ്സ് വരെ ഒന്നിച്ച് ജീവിച്ച ഈ ഖദീജയിലാ തങ്ങൾക്ക് മക്കളുണ്ടായത്. പിന്നീട് മുത്തു മുഹമ്മദ് മുസ്തഫ എത്ര കല്യാണം കഴിച്ചിട്ടുണ്ട്, എത്ര ചെറിയ പെൺകുട്ടികളെ കല്യാണം കഴിച്ചിട്ടുണ്ട്. ആയിഷ ബീവിയെ കെട്ടിയിട്ടുണ്ട്, ഹഫ്സാ ബീവിയെ കെട്ടിയിട്ടുണ്ട്. ഇങ്ങനെ ഒരുപാട് ചെറുപ്പക്കാരി പെൺകുട്ടികളെ കെട്ടിയിട്ടുണ്ട്. പക്ഷെ തങ്ങൾക്ക് മക്കള് പിറന്നിട്ടില്ല. പിന്നെ തങ്ങൾക്ക് മക്കള് പിറന്നത് ബഹുമാനപ്പെട്ട മാരിയ ബീവിയില. ഇരിക്കട്ടെ, ഞാൻ ചരിത്രം പരത്തി പറയുന്നില്ല. ഖദീജ ബീവി റളിയല്ലാഹു അൻഹാന്റെ അരികിലേക്ക് അങ്ങ് ചെന്നപ്പോൾ ഖദീജ ബീവി കരയുകയാ. എന്തേ കരയുന്നത് എന്ന് ചോദിച്ചപ്പോ ഒന്നുമല്ല, എന്റെ മോൻ മരിച്ചതിൽ എനിക്ക് പ്രയാസങ്ങളില്ല, പക്ഷേ എന്റെ മുലകുടി കഴിഞ്ഞില്ലല്ലോ, മുലപ്പാല് തീർന്നില്ലല്ലോ. അതേ, മുലയൂട്ടുന്ന ഉമ്മമാരെ, മുലയൂട്ടുന്ന കുഞ്ഞുങ്ങൾ മരിച്ചാല് അവരെ സ്തനങ്ങൾക്ക് വല്ലാത്ത വേദനയാ, സങ്കടമാ. ഹബീബായ തങ്ങളോട് തന്റെ സ്തനത്തിന്റെ വേദന പറഞ്ഞപ്പോ ഈ മുലയൂട്ടിക്കൊഴിഞ്ഞതിന് ശേഷം, മുലയൂട്ടുന്ന പ്രായം കഴിഞ്ഞതിന് ശേഷം റബ്ബിന് വിളിക്കാമായിരുന്നു. ഹബീബായ തങ്ങൾ പറയുന്നു, ഖദീജ ബീവിയോട് നിങ്ങൾ ദുഃഖിക്കണ്ട, ഭയപ്പെടണ്ട, പ്രയാസപ്പെടണ്ട. നിങ്ങളെ പൊന്നുമോൻ അബ്ദുള്ള എന്ന പൊന്നുമോന് മുലയൂട്ടുന്നതിന് നിങ്ങളെ പടച്ച റബ്ബ് തയ്യാർ ചെയ്തിട്ടുണ്ട്. 2 ഉമ്മമാര് മുല കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അവരെ മടിത്തട്ടിൽ കഥാ കൊഞ്ചിക്കൊഴഞ്ഞ് കളിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്, പുഞ്ചിരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് കാണണോ നിങ്ങളെ പൊന്നുമോൻ അബ്ദുള്ള അവരെ മടിത്തട്ടിൽ കിടന്നുകൊണ്ട് കളിക്കുന്നതും മുലയൂട്ടുന്നതും നിങ്ങൾക്ക് കാണണോ? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചപ്പോ ഈ ലോകം കണ്ട ഏറ്റവും വലിയ മുഅ്മിനത്തായിരിക്കുന്ന പെണ്ണ്, ഈ ഉമ്മത്തിലെ 1ാമത്തെ മുഅ്മിനത്തായിരിക്കുന്ന പെണ്ണ്, ഈ ഖദീജ ബീവിയെ പോലൊരു പെണ്ണ് ഉലകത്തിൽ വന്നിട്ടില്ല. ഈ ഖദീജ ബീവിയെ പോലെ മുത്തുനബിനെ അറിഞ്ഞൊരു പെണ്ണില്ല. ഈ ഖദീജ ബീവിയെ പോലെ തങ്ങളെ മനസ്സിലാക്കിയിട്ടുള്ള ഒരു പെണ്ണില്ല. ഈ ഉമ്മത്തിലെ ആദ്യത്തെ വിശ്വാസി മഹദി ബീവി ഖദീജ. ഖദീജ ബീവിനെ അറിയുമോ? ഖദീജ ബീവി പറയുന്നു, വേണ്ട വേണ്ട, നിങ്ങളിൽ ആർക്കെങ്കിലും തന്റെ പ്രിയപ്പെട്ട പൈതല്, അല്ലാ പൈതമ്മക്കല ആണ്ടല്ലേ നടക്കുന്നത്, റൂസല്ലേ നടക്കുന്നത്, 76ാമത്തെ ആണ്ടുറൂസല്ലേ നടക്കുന്നത്. അല്ലാഹു അവരുടെ ദറജാത്തുകൾ ഉയർത്തട്ടെ, അവരെ മദതുകൾ നമുക്ക് നൽകട്ടെ, അവരെ കൊണ്ട് നമുക്ക് ശിഫ നൽകട്ടെ, അവരുടെ ബഹുമാന ആദരവുകളെ കൊണ്ട് അല്ലാഹു ഈ സദസ്സ് അല്ലാഹു ധന്യമാക്കി തരട്ടെ. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ചുള്ള മതിപ്പും വിശ്വാസവും ഖദീജ ബീവിക്ക് എത്രമാത്രമുണ്ടെന്നറിയോ? ഞാൻ ചോദിക്കുന്നു, നിങ്ങളിൽപ്പെട്ട ആർക്കെങ്കിലും പിഞ്ചുമക്കള് മരണപ്പെട്ടാൽ ആ പൊന്നുമോനെ കാണാൻ ഒരു അവസരം കിട്ടിയാൽ, ആ പൊന്നുമോന്റെ ചിരിയൊന്ന് കാണാൻ അവസരം കിട്ടിയാൽ, ആ ശബ്ദം ഒന്ന് കേൾക്കാൻ അവസരം കിട്ടിയാൽ ഉമ്മമാര് വേണ്ടെന്ന് വെക്കുമോ? ഉമ്മമാര് വേണ്ടാന്ന് പറയുമോ? ഖദീജ ബീവി പറയുന്നു, ലാലാ യാ റസൂലല്ലാഹ്, തങ്ങൾ പറഞ്ഞതിനേക്കാൾ വലിയ വിശ്വാസം കണ്ടാൽ എനിക്കുണ്ടാവില്ല, കേട്ടാൽ എനിക്കുണ്ടാവില്ല. ഞാൻ എന്റെ കണ്ണിൽ കാണുന്നതിനേക്കാൾ, എന്റെ കാതുകൊണ്ട് കേൾക്കുന്നതിനേക്കാൾ എനിക്ക് ഏറ്റവും വലിയ വിശ്വാസം തങ്ങൾ പറഞ്ഞതാ. തങ്ങൾ
തങ്ങളെ വാക്ക അസ്വാദിഖുൽ മസ്ദൂഖ് മുഹമ്മദുർ റസൂലുള്ളാഹി എത്ര കണ്ട് ഉൾക്കൊണ്ടവരാ ഈ ബീവി ഖദീജ. അസ്വാദിഖുൽ മസ്ദൂഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ ഈ ആൺകുട്ടികളൊക്കെ മരണപ്പെട്ടു പോയി. പിന്നീട് മുത്തുനബിക്ക് മക്കളാരാണെന്നറിയുമോ? ഹാദാനി ബിനായ, ഇവര് രണ്ടും എന്റെ മക്കളാ, എന്റെ മോള മക്കളാ. ആ രണ്ട് മക്കളാരാണെന്നറിയുമോ? ഫാത്തിമ ബീവിന്റെ മക്കളാ, ഹസൻ തങ്ങളാ, ഹുസൈൻ തങ്ങളാ. പിന്നെ മുഹ്സിൻ എന്നൊരു തങ്ങളുണ്ടായിരുന്നു. മുഹ്സിൻ എന്ന തങ്ങൾ കാലച്ചെറുപ്പത്തിൽ മരിച്ചു പോയതാ. ഹസൻ തങ്ങളും ഹുസൈൻ തങ്ങളും ഈ രണ്ട് മക്കളെ പറ്റി തങ്ങൾ പറഞ്ഞത് ആദാനി ഇബ്നായ, ഇത് എന്റെ മക്കളാ. നജ്റാനിൽ നിന്ന് വന്ന ക്രിസ്ത്യാനികള് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് യഥാ ദിവസങ്ങളോളം വന്ന് ഇസ്ലാമിനെ കുറിച്ച് പഠിച്ച് അവരുമായിട്ട് സംവാദം നടത്തി. മുത്തു മുഹമ്മദ് മുസ്തഫ തങ്ങളോട് വിശുദ്ധ ഖുർആൻ പറയുന്നു, ഇനിയും നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ, ഇനിയും നിങ്ങൾക്ക് വിശ്വാസം വന്നില്ലെങ്കിൽ, നദ്ഉ അബ്നാഅനാ വഅബ്നാഅകും വനിസാഅനാ വനിസാഅകും വഅൻഫുസനാ വഅൻഫുസകും സുമ്മ നബ്തഹിൽ ഫനജ്അൽ ലഅനത്തല്ലാഹി അലൽ കാദിബീൻ. എനിക്ക് നമുക്ക് നമ്മുടെ മക്കളെ വിളിക്കാം, നിങ്ങൾ നിങ്ങളെ മക്കളെ വിളിച്ചോളൂ. നമ്മുടെ ഭാര്യമാരെ വിളിക്കാം, നിങ്ങൾ നിങ്ങളെ പെണ്ണുങ്ങളെ വിളിച്ചോളൂ. ഞങ്ങളും വരാ, നമുക്കൊരു ശാപ പ്രാർത്ഥന നടത്താ. എന്നിട്ടാരാണോ നമ്മുടെ കൂട്ടത്തിൽ കളവ് പറയുന്നത് അവർക്ക് ശാപ പ്രാർത്ഥന നടത്താമെന്ന് മുബാരക്ക് ഖുർആൻ വെല്ലുവിളിച്ചപ്പോൾ പിറ്റേ ദിവസം മുത്തു മുഹമ്മദ് മുസ്തഫ അവിടുന്ന് വിളിച്ചതാരയാ? സയ്യിദുന അലിയാരി തങ്ങളാ, ഫാത്തിമ ബീവിയാ. ഒരു കയ്യിൽ മഹാനായ ഹസൻ തങ്ങളാ, മറ്റേ കയ്യിൽ ഒക്കത്തെഴു വെച്ചിരിക്കുന്നത് ഹുസൈൻ തങ്ങളാ. ഈ രണ്ടാളാണ് എന്റെ മക്കള്. ഖുർആൻ പറയുന്നു മുത്തുനബിന്റെ മക്കളാരാ? ഹസൻ തങ്ങളാ, ഹുസൈൻ തങ്ങളാ. അവരെ പരമ്പരയാ, അവരെ സന്താനങ്ങളാ. അവർക്കാണ് നമ്മുടെ നാട്ടിൽ തങ്ങന്മാരെന്ന് പറയുന്നത്. മുഹമ്മദുർ റസൂലുള്ളാഹ്. അഹ്ലു ബൈത്ത് ആലുൻ നബി തന്നെ അങ്ങനെ. ആലുൻ നബി എന്ന് പറഞ്ഞാലേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉപ്പാപ്പ ഹാഷിം, മറ്റ് ഹാഷിമിന്റെ ജ്യേഷ്ഠൻ മുത്വലിബ്. ഹാഷിമും മുത്വലിബും അബ്ദു ഷംസും നൗഫലും 4 മക്കൾ. 4ഉം അബ്ദു മനാഫിന്റെ മക്കളാണ്. ഹാഷിമ്, മുത്വലിബ്, അബ്ദു ഷംസ്, നൗഫൽ. ഈ 4 മക്കളിൽ നിന്ന് ഹാഷിമിന്റെയും മുത്തലിബിന്റെയും സന്താന പരമ്പരയിൽ ഉള്ളവർക്ക് മാത്രം പറയുന്ന പേരാണ് ആലുൻ നബി. അതെന്താ? ഒരു ഉപ്പാടെ 4 മക്കളെ കൂട്ടത്തിൽ 2 മക്കളെ മക്കൾക്ക് മാത്രമേ ആ പ്രത്യേകത. മനസ്സിലായോ? അബ്ദു മനാഫിന് 4 മക്കളുണ്ട്. അബ്ദു ഷംസ്, നൗഫൽ, മറ്റൊന്ന് ഹാഷിം, മുത്തലിബ്. ഈ 4 മക്കളെ കൂട്ടത്തിൽ നിന്ന് ഹാഷിമിന്റെയും മുത്തലിബിന്റെയും സന്താന പരമ്പരയിൽപ്പെട്ട വിശ്വാസികൾക്ക് പറയുന്ന പേരാണ് ആലുൻ നബി. ലോകത്ത് കാനേഷുമാരി കണക്കനുസരിച്ചൊരു ദിവസം 80 കോടി ജനങ്ങൾ നിസ്കരിക്കുന്നുണ്ട്. 80 കോടി. ഈ 80 കോടി ജനങ്ങളും ആലുൻ നബിക്ക് വേണ്ടി ദുആ ചെയ്യുന്നു. നമ്മളൊക്കെ ദുആ ചെയ്യും, അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. മുത്തുനബിന്റെ കുടുംബത്തിന് സ്വലാത്ത് ചെല്ലാതിരുന്നാൽ നിസ്കാരം പൂർണ്ണമല്ല.
അങ്ങനെയല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുടുംബത്തിന്റെ മേൽ അവസാനത്തെ തഹിയ്യാത്തിന് ശേഷം സ്വലാത്ത് ചൊല്ലും. കുനൂത്തിന് ശേഷം മുത്തുനബിന്റെ കുടുംബത്തിന് സ്വലാത്ത് ചൊല്ലും. ദുആകളിലൊക്കെ മുത്തുനബിന്റെ കുടുംബത്തിന് സ്വലാത്ത് ചൊല്ലും. മുത്തുനബിയുടെ കുടുംബത്തിന് സ്വലാത്ത് ചൊല്ലിയില്ലെങ്കിൽ പ്രാർത്ഥിച്ചില്ലെങ്കിൽ നിസ്കാരം പൂർണ്ണമല്ല. അപ്പൊ ഈ നബി ആലു നബിക്ക് എത്ര പ്രാർത്ഥനയാ ഒരു ദിവസം കിട്ടിക്കൊണ്ടിരിക്കുന്നത്? കോടിക്കണക്കിന് വിശ്വാസികളുടെ കോടിക്കണക്കിന് പ്രാർത്ഥന. ആ പ്രാർത്ഥനയിൽ ഒരു വിഹിതവും ഇല്ല അബ്ദു ശംസിന്റെ മക്കൾക്കും നൗഫലിന്റെ മക്കൾക്കും. അതെന്താ? യഥാർത്ഥത്തിൽ അബ്ദു ശംസിന്റെ മക്കളെ കൂട്ടത്തിൽ ഒരുപാട് സ്വഹാബികളുണ്ട്. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ വല്ലിപ്പയാണ്. ജുബൈർ ഇബ്നു മുത്തം റളിയല്ലാഹു അൻഹുവിന്റെ വല്ലിപ്പയാണ്. അവരൊക്കെ മുത്തുനബിയോട് ചോദിച്ചിരുന്നു, ഞങ്ങളും നിങ്ങളുടെ കുടുംബം തന്നെയല്ലേ? ഒരു ഉപ്പാന്റെ മക്കൾ 4 മക്കളെ കൂട്ടത്തിൽ 2 മക്കൾക്ക് മാത്രം. അതെന്താ? ബദരീങ്ങളെ കൂട്ടത്തിൽ അബ്ദു ശംസിന്റെ മക്കളിൽപ്പെട്ടവരുണ്ട്, നൗഫലിന്റെ മക്കളിൽപ്പെട്ടവരുണ്ട്, സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ നൗഫലിന്റെ മക്കളിൽപ്പെട്ടവരുണ്ട്, അബ്ദു ശംസിന്റെ മക്കളിൽ കൂട്ടപ്പെട്ടവരുണ്ട്. മാത്രമല്ല അബ്ദു ശംസും ഹാഷിമും ഇരട്ട കുട്ടികളാണ്. ഇരട്ട കുട്ടികൾ എന്ന് മാത്രമല്ല, ആദാ സയാമീസ് ഇരട്ടകളായിരുന്നു. ഹാഷിമിന്റെ കാല് അബ്ദു ശംസിന്റെ നെറ്റിയോട് ഒട്ടിപ്പിടിച്ചുകൊണ്ടാ പ്രസവിക്കപ്പെട്ടിരുന്നത്. 1800 ആദ്യമായിട്ട് സയാമീസ് ഇരട്ടകളെ കുറിച്ച് അറിഞ്ഞതെങ്കിൽ നിങ്ങൾക്കറിയുമോ? ചരിത്രം നോക്കിയാൽ കാണാം, അബ്ദു ശംസിന്റെ നെറ്റിയോട് ഹാഷിമിന്റെ കാലുകൾ ഒട്ടിപ്പിടിച്ചിരുന്നു. പക്ഷേ ഒരു ചെറിയ ശാസ്ത്രക്രിയയിലൂടെ ആ കാലിന്റെ ഭാഗം അല്പം മുറിച്ചു മാറ്റിയിട്ടാ അത് രണ്ടും തമ്മിൽ വേർപ്പെടുത്തിയത്. അന്നവർക്കിടയിൽ രക്തം ചിന്തിയതാ. അത് വല്ലാത്ത ഒരു സംഭവമാ. സുബ്ഹാനല്ലാഹ്. പിൽക്കാലത്ത് മുത്തു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കത്ത് ഇസ്ലാമിന്റെ പ്രബോധനവുമായി വന്നപ്പോൾ നാട്ടുകാരും നാട്ടിലുള്ളവർ മുഴുവനും തങ്ങളെ വിമർശിച്ചപ്പോൾ, അല്ലാഹുവിന്റെ റസൂലിനെ ആക്ഷേപിച്ചപ്പോൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിമർശിച്ചപ്പോൾ, അന്നത്തെ ഖുറൈശികളെ കാരണവരാകുന്ന അബൂ ത്വാലിബ് 80 ചില്ലാനം വയസ്സ് പ്രായമുള്ള മനുഷ്യൻ ഈ ഖുറൈശികളുടെ അഥവാ അബ്ദുമനാഫിന്റെ സർവ്വമക്കളുടെയും വീടുകൾ കയറിയിറങ്ങിയിട്ട് പറഞ്ഞു, നമ്മൾ മുഹമ്മദിനെ ബഹിഷ്കരിക്കരുത്. നമ്മുടെ കുടുംബത്തിൽപ്പെട്ട, നമ്മുടെ ചോരയിൽപ്പെട്ട, നമ്മുടെ ഉറ്റവരായ, നമ്മുടെ സ്വന്തക്കാരനായ മുഹമ്മദിനെ അങ്ങാടിയിൽ വെച്ച് മാനം കെടുത്തരുത്. ഉപരോധത്തിന് നമ്മൾ പങ്കെടുക്കരുത്. ഭക്ഷണം നമ്മൾ കൊടുക്കാതിരിക്കരുത്. ഇങ്ങനെ ബഹുമാനപ്പെട്ട മുത്തു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടി നാട്ടുകാർ മൊത്തം ബഹിഷ്കരിച്ചപ്പോ ഈ കുടുംബത്തിൽപ്പെട്ട ആളുകളോട് വിട്ടുനിൽക്കണമെന്ന മനുഷ്യൻ ഉപദേശിച്ചിട്ട് അബ്ദു ശംസിന്റെ മക്കളും നൗഫലിന്റെ മക്കളും അതിൽ പങ്കെടുത്തില്ല. അതുകൊണ്ട് തന്നെ പിൽക്കാലത്ത് ആലുന്നബി എന്ന പ്രത്യേകത അവർക്ക് കിട്ടിയില്ല. കോടിക്കണക്കിന് ആളുകളെ പ്രാർത്ഥന കിട്ടിയില്ല. ഖുംസിന്റെ വിഹിതം കിട്ടിയില്ല. ആലുന്നബിന്റെ പ്രത്യേകത കിട്ടിയില്ല. അന്നാ ഞാൻ ഉറപ്പെടുത്തിയത് ആലുന്നബി എന്ന് പറഞ്ഞാൽ അവരാണ്. അതേ സമയത്ത് ഹാഷിമിന്റെ മക്കളാകുന്ന അലിയാരം അലി റളിയല്ലാഹു ആലു അലിയിൻ വആലു ജഅഫരിൻ വആലു അബ്ബാസിൻ വആലു അഖീലിൻ, ഇങ്ങനെ വിശാലമായ അർത്ഥത്തിൽ അഹ്ലു ബൈത്ത് എന്ന് പറയും. ഇരിക്കട്ടെ, ദുർരിയാത്തുൻ നബി, മുത്തുനബിന്റെ മക്കള് എന്ന് പറയുന്നവർക്കാണ് തങ്ങന്മാരെന്ന് പറയുന്നത്. അത് ഫാത്തിമ ബീവിന്റെ മക്കളാ. അല്ലാഹുവിന്റെ റസൂൽ ഖിയാമത്ത് നാൾ വരെ
ഈ ഉമ്മത്തിന് രക്ഷയ്ക്ക് വേണ്ടി, സമാധാനത്തിന് വേണ്ടി ഈ വിശുദ്ധ ഖുർആനിന്റെ പ്രായോഗിക രൂപം നമുക്ക് കാണിച്ചു തരുന്നതിന് വേണ്ടി മുത്തുനബിന്റെ പകരക്കാരായി അവിടുന്ന് നമുക്ക് ബാക്കി വെച്ചു പോയതാ അഹ്ലു ബൈത്തി. എന്റെ അഹ്ലു ബൈത്തിനെ ഈ ഖുർആൻ നിങ്ങൾക്ക് ബാക്കി വെച്ചതുപോലെ, ഈ ഖുർആൻ നിങ്ങൾക്ക് നൽകിയതുപോലെ, ഈ വിശുദ്ധ ഖുർആനിന്റെ സവിശേഷതകളും ഈ ഖുർആനിന്റെ പ്രത്യേകതകളും ഈ ഖുർആനിന്റെ പ്രായോഗിക രൂപങ്ങളും നിങ്ങൾക്ക് മുൻപിൽ കാണിച്ചു തരാൻ ഞാൻ ഇട്ടേച്ചു പോയ എന്റെ പകരക്കാരാണ് എന്റെ അഹ്ലു ബൈത്ത് എന്ന് പറഞ്ഞ അവിടുത്തെ അഹ്ലു ബൈത്ത്. അഹ്ലു ബൈത്തിനെ സ്നേഹിച്ചോളോ, അവരുമായിട്ടടുത്തോളോ. എന്നാൽ ലോകത്തെ ഏറ്റവും കൂടുതൽ പരീക്ഷണങ്ങൾ നേരിടേണ്ടി വന്നത്, ഏറ്റവും കൂടുതൽ പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വന്നത് അഹ്ലു ബൈത്താ. അഹ്ലു ബൈത്തിൽപ്പെട്ട ബഹുമാനപ്പെട്ട സയ്യിദ് ഹുസൈൻ റളിയല്ലാഹു അൻഹു ഹബീബായ തങ്ങൾ ഹസ്രത്ത് അബീ ഹുറൈറ തങ്ങൾ പറയുന്നു, ഞാനും മുത്തുനബിയും പോകുമ്പോ അതാ ഹുസൈൻ തങ്ങൾ ഓടി വരുന്നു, രണ്ട് കൈയും മുത്തുനബി പിടിക്കുന്നു, തങ്ങളുടെ ശരീരത്തിലേക്ക് കേറ്റുന്ന ഇറുക്ക കയറ് മുട്ടിൻ കാലിൽ കാല് വെച്ച്, അങ്ങനെ പിന്നീട് തൊടയിൽ കാല് വെച്ച് റസൂലുള്ളാഹിന്റെ പവിത്രമായ നെഞ്ഞത്ത് കയറിയിരുന്ന് ഹബീബായ തങ്ങളെ ചുണ്ടോട് ചുണ്ടടിപ്പിച്ച് മുത്തു മുഹമ്മദ് മുസ്തഫ അവിടുത്തെ നാവ് വായിലേക്ക് ഇട്ടുകൊടുത്തുകൊണ്ട് മുഅ്ജിസാത്ത് കൊണ്ട് പാല് കിട്ടിയ മഹാനായ സയ്യിദ് ഹുസൈൻ തങ്ങളാ വല്ലാതെ പരീക്ഷണം അനുഭവിച്ചവരാ. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ആഖിർ സമാനിലെ മക്കളെ, നിങ്ങൾക്ക് ചരിത്രം അറിയുമോ? ഗസായിലും അങ്ങ് പലസ്തീനിലും പാവപ്പെട്ട മുസ്ലിം കുരുന്നുകൾ നിഷ്കരുണമായിട്ട് കൊല ചെയ്യപ്പെടുമ്പോൾ, മുസ്ലിം ഉമ്മത്ത് പീഡിപ്പിക്കപ്പെടുമ്പോൾ ഇതെന്തൊരത്ഭുതമാണെന്ന് ചിന്തിക്കുന്നവർ, ഉമ്മത്തിന് അമരക്കാരനില്ലേ എന്ന് ചിന്തിക്കുന്നവർ, അള്ളാഹു നമ്മളെ കാണുന്നില്ലേ എന്ന് ചിന്തിക്കുന്നവർ, അള്ളാഹുവിന്റെ പള്ളിക്ക് വേണ്ടി, അള്ളാഹുവിന്റെ കലിമത്തിന് വേണ്ടി, അള്ളാഹുവിന്റെ ഖുർആനിന് വേണ്ടി, അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിച്ചതിന്റെ പേരില് ഇത്രമാത്രം പീഡനങ്ങളും യാതനകളും അനുഭവിക്കുന്ന പാവപ്പെട്ട പലസ്തീനികളും അതുപോലെ ഗസയിലുമൊക്കെയുള്ള മുസ്ലിം സഹോദരന്മാർ ഈ രൂപത്തിൽ മെടഞ്ഞു മരിക്കുമ്പോ ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ, ചിന്തിച്ചിട്ടുണ്ടോ? എന്തേ പടച്ച റബ്ബ് തിരിഞ്ഞു നോക്കാത്തത്? എന്തേ റബ്ബിന്റെ സഹായം കിട്ടാത്തത്? എന്തേ മുത്തുനബി അവിടുന്ന് അനങ്ങാത്തത്? എന്തേ ഈ മുഅ്മിനീങ്ങളെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാത്തത്? എന്തേ ലോക മുസ്ലിമീങ്ങൾ ഇങ്ങനെ ദുആ ചെയ്തിട്ട് പടച്ച റബ്ബ് കേൾക്കാത്തത്? ജൂതപരിഷനുകളും ക്രിസ്ത്യാനികളുമൊക്കെ മുസ്ലിം ഉമ്മത്തിനെ ഈ രൂപത്തിൽ ആക്രമിക്കുമ്പോ, പെഞ്ഞുമക്കളെ നിഷ്കരുണം കൊല്ലുമ്പോ, മെഡിസിൻ കിട്ടാതെ, ഭക്ഷണം കിട്ടാതെ, പോഷകാഹാരങ്ങൾ കിട്ടാതെ, ചെറിയ ചെറിയ പൈതം മക്കൾ പോലും മരിച്ചു വീഴുമ്പോ റബ്ബ് കാണുന്നില്ലയോ? റബ്ബ് അറിയുന്നില്ലയോ? ഇതൊന്നും സത്യമല്ലയോ? പ്രവാചകന്മാര് പഠിപ്പിച്ചത് സത്യമല്ലയോ? അയിമ്മത്ത് പറഞ്ഞത് സത്യമല്ലയോ? പണ്ഡിതന്മാരെ പ്രഭാഷണങ്ങൾ സത്യമല്ലയോ എന്ന് ചിന്തിക്കുന്നവരോട് ഞാൻ ചോദിക്കുന്നു, നിങ്ങൾക്ക് ചരിത്രം അറിയുമോ? ഇല്ല. ഹബീബായ തങ്ങളെ പേരക്കിടാങ്ങൾ ലോകത്ത് അനുഭവിച്ചത് അവരാരും ഇന്നും അനുഭവിച്ചിട്ടില്ല. അവരാരും ഇന്നും അത്രയൊന്നും പീഡനങ്ങൾ സഹിച്ചിട്ടില്ല. ഹബീബായ തങ്ങളെ അവിടുത്തെ ചുംബനങ്ങളെ കൊണ്ട്, 1000 ചുംബനങ്ങളെ കൊണ്ട് വീർപ്പ് മുട്ടിച്ച ഹുസൈൻ തങ്ങള്, മഹാനായ സയ്യിദുനാ അനസ് തങ്ങൾ പറയുന്നു, അലിയാരി തങ്ങൾ മുത്തുനബിന്റെ റൂമിലേക്ക് കയറി വന്നപ്പോ, അലിയാരി തങ്ങൾ കയറി വന്നപ്പോ തങ്ങൾ കരയുകയാ, വിതുമ്പുകയാ. വിതുമ്പിക്കരയുന്ന തങ്ങളോട് ചോദിക്കുകയാ, തങ്ങൾ എന്തേ കരയുന്നത്? ഒന്നുമല്ല, ജിബ്രീൽ ഇപ്പോൾ പോയിട്ടേ ഉള്ളോ. അല്ലാഹ് ഇറാഖ്
ഇറാഖിന്റെ യൂഫ്രട്ടീസിന്റെ തീരത്ത് കർബുംബലാഉം എന്നീ പേരുള്ളൊരു മണൽ പ്രദേശത്ത് ഒരു കടൽ തീരത്ത് എന്റെ പൊന്നുമോൻ ഹുസൈൻ തങ്ങളെ നിഷ്കരുണമായി വെളിച്ചത്തിന്റെ ശത്രുക്കൾ കൊന്നൊടുക്കിയിട്ട് എന്റെ പൊന്നുമോൻ ഹുസൈന്റെ ചുടിച്ചോര കൊണ്ട് അവിടുത്തെ മൺതരികൾ ചെഞ്ചായമണിയുമെന്ന് മഹാനായ ജിബ്രീൽ തങ്ങൾ പറഞ്ഞതാ. ഈ കണ്ട കുപ്പിയിൽ കാണുന്ന മണ്ണ് ജിബ്രീൽ കൊണ്ടുവന്നു തന്നതാ. എന്നാണോ ഈ മണ്ണുകൾ ചുവക്കുന്നത്, ഇതിന് ചുടിച്ചോരയുടെ കളറായി തീരുന്നത്, അന്നെന്റെ പൊന്നുമോൻ കൊല ചെയ്യപ്പെട്ടിരിക്കും എന്ന് ഹബീബായ തങ്ങൾ പറഞ്ഞ് ഏങ്ങലടിച്ച് കരയുകയാ. ആഖിർ സമാന്റെ മക്കളെ, സുദീർഘമായിട്ട് പ്രസംഗിക്കാൻ എന്നെ കൊണ്ട് പറ്റൂല, ഞാൻ അങ്ങനെ പ്രസംഗിക്കുന്നില്ല. പക്ഷേ കാര്യം പറയട്ടെ, തങ്ങൾക്ക് എന്തേ ദുആ ചെയ്തുകൂടായിരുന്നോ? ഇന്നലിക്കുല്ലി നബിയ്യിൻ ദഅവത്തൻ മുസ്തജാബ, എല്ലാ പ്രവാചകന്മാർക്കും സഡൻലി ഉത്തരം കിട്ടുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. എന്ത് ചോദിച്ചാലും റബ്ബ് കൊടുക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. ഇബ്രാഹിം നബി ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്, നോഹ് നബി ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്, മൂസ നബി ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്, ഈസ നബി ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്, സർവപ്രവാചകന്മാരും ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. ആ പ്രാർത്ഥനയ്ക്ക് സഡൻലി ഉത്തരം കിട്ടുന്നതാ. ഞാൻ എൻ്റെ പ്രാർത്ഥന എൻ്റെ പൊന്നുമോൻ അങ്ങ് കർബുംബലാഉം എന്ന് പറയുന്ന പ്രദേശത്ത് യൂഫ്രട്ടീസിന്റെ തീരത്ത് ദാഹജലം നിഷേധിക്കപ്പെട്ട് പെടഞ്ഞു മരിക്കുന്ന വാർത്ത അറിഞ്ഞപ്പോഴ് രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് എൻ്റെ പ്രാർത്ഥന ഉപയോഗപ്പെടുത്തിയില്ല. എനിക്ക് പ്രാർത്ഥിക്കാമായിരുന്നു, എൻ്റെ പൊന്നുമോനെ രക്ഷപ്പെടുത്തല്ലാ, എൻ്റെ പൊന്നുമക്കളെ രക്ഷപ്പെടുത്തല്ലാ. അല്ലാ അല്ലാ, ഹബീബായ തങ്ങൾ ഇന്നി ഇദ്ദഖർതു ദഅവതി, എൻ്റെ പ്രാർത്ഥന ഞാൻ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാ. എൻ്റെ ഉമ്മത്തിന് വേണ്ടി, എൻ്റെ ഉമ്മത്തിന് ശഫാഅത്ത് ചെയ്യുന്നതിന് വേണ്ടി, ആഖിർ സമാനിൽ കള്ള് കുടിക്കുന്നവർക്ക് വേണ്ടി, ആഖിർ സമാനിൽ വ്യഭിചരിക്കുന്നവർക്ക് വേണ്ടി, ഈ തങ്ങളെ പറ്റി ഓർക്കാത്തവർക്ക് വേണ്ടി, ഈ തങ്ങളെ കുറിച്ച് പഠിക്കാത്തവർക്ക് വേണ്ടി, ഈ തങ്ങളെ കുറിച്ച് അവിടുത്തെ സുന്നത്ത് തിരസ്കരിക്കുന്നവർക്ക് വേണ്ടി, ഈ തങ്ങളെ പറ്റി ഒന്നും പഠിക്കാത്തവർക്ക് വേണ്ടി, ഈ തങ്ങൾ പഠിപ്പിച്ച സർവകാര്യങ്ങളെയും അവഗണിച്ചുകൊണ്ട് പാശ്ചാത്യ സംസ്കാരങ്ങളോടും യൂറോപ്യൻ സംസ്കാരങ്ങളോടും പിന്തുടർന്നിട്ട് ഏതെങ്കിലും മൈക്കിൾ ജാക്സനോടോ ഏതെങ്കിലും ഫുട്ബോൾ താരങ്ങളോടോ ഏതെങ്കിലും ക്രിക്കറ്റ് താരങ്ങളോടോ കായിക താരങ്ങളോടോ അനുഗമിച്ചുകൊണ്ട് അവർ മുടി മുറിക്കും പോലെ മുടി മുറിച്ചിട്ട്, അവർ ഷർട്ട് ധരിക്കും പോലെ ഷർട്ട് ധരിച്ചിട്ട്, അവർ മീശ വെട്ടും പോലെ മീശ വെട്ടിയിട്ട്, അവരോട് സർവവേശ വിധാനത്തിലും അനുകരിച്ചിട്ട്, അവർ ആക്ഷൻ പോലെ ആക്ഷൻ എടുത്തിട്ട്, അവർ ഡയലോഗ് പോലെ ഡയലോഗ് കടമെടുത്തിട്ട്, ഇങ്ങനെ ആഖിർ സമാന്റെ മക്കളുണ്ടല്ലോ, അവരെ ഒന്ന് രക്ഷപ്പെടുത്താൻ, അവർക്കൊന്ന് പുറത്തു കൊടുക്കാൻ, അല്ലാഹ് കത്തിയെരിയുന്ന നരകത്തിലേക്ക് അവർ ഓടിച്ചെന്ന് ചാടുമ്പോൾ അവരെ ഊരക്കൊന്ന് പിടിക്കാൻ, ചാടല്ല മോനെ ചാടല്ല, തീയിലേക്ക് ചാടല്ല മോനെ ചാടല്ല എന്ന് ഈയാമ്പാറ്റകൾ കത്തിക്കൊണ്ടിരിക്കുന്ന തീയിലേക്ക് വീഴുന്നടുത്ത് അതാ ഒരു പാവപ്പെട്ട മനുഷ്യൻ തന്റെ മുണ്ടും ചുറ്റിയിട്ട് തന്നെ മുട്ടുകൊണ്ട് ഇങ്ങനെ ആട്ടി ഓടിക്കുന്നത് പോലെ നിങ്ങൾ ആട്ടി ഓടിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന നബിയാ. ഈ നബിയെ മറക്കാൻ പറ്റുമോ? ഈ നബിയെ അവഗണിക്കാൻ പറ്റുമോ? ഈ നബിന്റെ മക്കളെ തിരസ്കരിക്കാൻ പറ്റുമോ? ഇവരെ കണ്ടില്ലെന്ന് നടിക്കാൻ പറ്റുമോ? ഇവരെ കുറ്റപ്പെടുത്താൻ പറ്റുമോ? ഇവരെ അവമതിക്കാൻ പറ്റുമോ? ഹബീബായ തങ്ങൾ അവിടുത്തെ പ്രാർത്ഥന ഉപയോഗപ്പെടുത്തിയില്ല. ഹുസൈൻ തങ്ങളെ രക്ഷപ്പെടുത്തണമെന്ന് ദുആ ചെയ്തില്ല. മക്കളെ, മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹു തങ്ങളെ യൂഫ്രട്ടീസിന്റെ തീരത്ത് വെച്ചുകൊണ്ട് അല്ലാഹ് കാലഘട്ടത്തെ രാഷ്ട്രീയ തമ്പ്രാക്കന്മാര് അതാ തടഞ്ഞു നിർത്തിയതാ. അമുസ്ലിമീങ്ങളായിരുന്നില്ല, തൗഹീദില്ലാത്തവരായി
അവരായിരുന്നില്ല. പക്ഷേ ഇസ്ലാമിന്റെ പേരും പറഞ്ഞിട്ട് ഇസ്ലാമിന്റെ സുന്ദര പേരുകൾ സ്വീകരിച്ചിട്ട് വിശുദ്ധ ഇസ്ലാമിന്റെ ഷിആറുകളെയും വിശുദ്ധ ഇസ്ലാമിന്റെ കാര്യങ്ങളെയും തിരസ്കരിച്ചുകൊണ്ട് നബി കുടുംബത്തെ അവഗണിച്ചുകൊണ്ട് നബി കുടുംബത്തെ നിസ്സാരപ്പെടുത്തിയിട്ട് ആ കാലഘട്ട അധികാരവർഗത്തിന്റെ ഹുങ്കോടുകൂടെ ഒത്താശയോടുകൂടെ ഹുസൈൻ റളിയല്ലാഹു അൻഹു തങ്ങളെയും നബി കുടുംബത്തിൽപ്പെട്ട ഹസൻ റളിയല്ലാഹു അൻഹുവിന്റെ മക്കളെയും ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ മക്കളെയും ബഹുമാനപ്പെട്ട ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ പെങ്ങൾ സൈനബ ബീവി അടക്കമുള്ള ഫാത്തിമ ബീവിന്റെ മക്കൾ 60 ചില്ലാനം മക്കളെ കർബലയിൽ വെച്ചുകൊണ്ട് നിഷ്കരണം കൊല്ലുകയാ. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ ചെറിയ പിഞ്ചോമന കുഞ്ഞിനെ ദാഹിച്ചവശരായി കൊണ്ടൊരു തുള്ളി ദാഹജലത്തിന് വേണ്ടിയിട്ട് പൊട്ടിക്കരഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട ഹുസൈൻ തങ്ങൾ പറഞ്ഞു, യൂഫ്രട്ടീസ് അതാ ഒഴുകുന്നു, യൂഫ്രട്ടീസിൽ കൂടി കഴുതകളും പട്ടികളും മറ്റു ജീവികളും ഇഷ്ടം പോലെ വെള്ളം കുടിക്കുന്നു. എന്റെ ഉപ്പാപ്പ മുത്തു മുഹമ്മദ് മുസ്തഫ തങ്ങളെ പേരിലാ നിങ്ങൾക്ക് അധികാരം കിട്ടിയത്. കിസ്റയെയും കൈസറിനെയും ഞെട്ടിവിറപ്പിച്ചിട്ട് അധികാരം നിങ്ങൾക്ക് കിട്ടിയത് എന്റെ ഉപ്പാപ്പാന്റെ പേരിലാ, ഈ വിശുദ്ധ ഇസ്ലാമിന്റെ പേരിലാ. അറേബ്യൻ കടൽ തീരത്ത് കക്കാ പെറുക്കി നടന്നിരുന്ന അത് ഖുറൈശികളായിരുന്ന കാട്ടറബികൾക്ക് ഈ അധികാരത്തിന്റെ സോപാനത്തിന്റെ ഉന്നതമായ ആ രാജകീയമായ പ്രൗഢി നിങ്ങൾക്ക് കിട്ടിയത് എന്റെ ഉപ്പാപ്പയെ കൊണ്ട് കിട്ടിയതാ. എന്റെ ഉപ്പാപ്പയെ കൊണ്ടാ ഷാം നിങ്ങൾക്ക് കിട്ടിയത്, എന്റെ ഉപ്പാപ്പയെ കൊണ്ടാ നിങ്ങൾക്ക് ഈജിപ്ത് കിട്ടിയത്, എന്റെ ഉപ്പാപ്പയെ കൊണ്ടാ ലോകത്ത് അധികാരം നിങ്ങൾക്ക് കിട്ടിയത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഉപ്പാപ്പാന്റെ മക്കളായത് ആ ഉപ്പാപ്പാക്ക് ഒരു തുള്ളി ഉപ്പാപ്പയുടെ പിഞ്ചോമന കുഞ്ഞിന് ഒരു തുള്ളി ദാഹജലം കൊടുക്കണേ എന്ന് പറഞ്ഞിട്ട് പട്ടികളും നായകളും മറ്റു ജീവികളും യൂഫ്രട്ടീസ് എന്ന് വെള്ളം കുടിച്ച് ദാഹം തീർക്കുമ്പോൾ ആ ഉപ്പാപ്പാന്റെ മക്കൾക്ക് ഒരു തുള്ളി വെള്ളം കൊടുക്കണമെന്ന് പറഞ്ഞപ്പോ അത് കൊടുക്കാതെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന കുഞ്ഞിന്റെ വായിലേക്ക് അസ്ത്രം തൊടുത്തുകൊണ്ട് നിഷ്കരണം കൊലപ്പെടുത്തിയ ആ കാലഘട്ടത്തിലെ വെളിച്ചത്തിന്റെ ശത്രുക്കൾ തീർന്നില്ല. ഹുസൈൻ റളിയല്ലാഹു അൻഹു തങ്ങളതാ നീണ്ടു നിവർന്നിട്ട് ആ യൂഫ്രട്ടീസ് എന്ന് വെള്ളം കുടിക്കുമ്പോൾ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ ശറഫാക്കപ്പെട്ട ശരീരത്തിൽ നിന്ന് ആ ശരീരത്തോടെ വേർപ്പെടുത്തുകയാ. അല്ലാ അല്ലാ പറയാൻ സമയമില്ല. ബഹുമാനപ്പെട്ട സുഫിയാൻ ഇബ്നു ഉയൈന, സുഫിയാൻ ഇബ്നു ഉയൈനയുടെ ഉപ്പാപ്പ വേറൊരു സുഫിയാൻ ഇബ്നു ഉയൈന അവര് പറയുന്നത് കാണാ, ഞാൻ ബസറയിൽ ചെന്നപ്പോൾ ഒരു പള്ളിയിൽ നിസ്കാരത്തിന് കയറിയപ്പോൾ ആ നിസ്കാരം കഴിക്കാൻ വേണ്ടി കയറിയപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ട നിസ്കാരം ആ നിസ്കാരം. അള്ളാഹു റിസ്ക് തരുന്നതിന്, അള്ളാഹു ആരോഗ്യം തരുന്നതിന്, അള്ളാഹു നൽകുന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദിയായിട്ട് നാളെ ഖബർ നിനക്ക് വെളിച്ചം വേണോ, ഖബർ നിനക്ക് തുണ വേണോ, 2 റക്അത്തെങ്കിലും ളുഹാ നിസ്കരിക്കണമെന്ന് പറഞ്ഞ ആ ളുഹാ നിസ്കാരം നിസ്കരിക്കാൻ വേണ്ടി ഞാൻ അങ്ങ് കയറിയതാ. നിസ്കരിച്ചങ്ങ് പുറത്തേക്ക് ഇറങ്ങിയപ്പോ അവിടുത്തെ മീലാത്ത് വറ്റിയിരിക്കുന്നു. ഒരു തുള്ളി വെള്ളമില്ല, ഹൗദിൽ വെള്ളമില്ല, പരിസരത്ത് വെള്ളമില്ല. ഞാൻ ചോദിച്ചു, എന്തേ ഇവിടുത്തെ വെള്ളമെല്ലാം ആയത്? ഞാൻ അങ്ങോട്ട് കയറിയപ്പോൾ നിറയെ വെള്ളമുണ്ടല്ലോ, ഇവിടുത്തെ മീലാത്തിൽ വെള്ളമുണ്ടല്ലോ, ഹൗദിൽ വെള്ളമുണ്ടല്ലോ, ഇവിടുത്തെ പരിസരങ്ങളിൽ വെള്ളമുണ്ടല്ലോ. അല്ലാ അല്ലാ. അപ്പോൾ കിട്ടിയ മറുപടി അറിയുമോ? ഇവിടെ ഒരു മനുഷ്യനുണ്ട്, ആ മനുഷ്യൻ ദാഹിച്ചുകൊണ്ട് വെള്ളം കുടിച്ച് തീർക്കലാ, വയറ് പൊട്ടലാ, എത്ര കുടിച്ചാലും തീരൂല. അന്ന് ഹുസൈൻ റളിയല്ലാഹു അൻഹു പെടഞ്ഞ് ദാഹജലത്തിന് വേണ്ടി കെഞ്ചിയപ്പോ ഒരു പാത്രം വെള്ളം ചോദിച്ചപ്പോ ഹുസൈൻ റളിയല്ലാഹു അൻഹു തങ്ങൾക്ക് വെള്ളം കൊടുക്കാതെ തന്റെ മുഖത്ത് നോക്കിയിട്ട് തോൽപാത്രത്തിൽ വെള്ളം കുടിച്ച് പരിഹസിച്ചവനാ. റബ്ബ് കൊടുത്തതാ, ഇന്ന് കുടിച്ച് തീർക്കലാ.
സർവ ഹൗദും കുടിക്കല, സർവ കിണറും കുടിക്കല, ദാഹം തീരൂല. ആഖിർ സമാനിലെ മക്കളെ, ആ ഹുസൈൻ തങ്ങളെ ഉടലും തലയും വേർപിടിച്ചിട്ട് ഉടൽ വേറൊരു ഭാഗത്തിൽ കൂടെയും തല മറ്റൊരു ഭാഗത്തിൽ കൂടെയും അങ്ങനെ കൊണ്ടു നടന്നവര് പ്രകടനം നടത്തിയെന്ന് മാത്രമല്ല, ഒരൊറ്റ സംഭവം കൂടി പറയട്ടെ. ഹുസൈൻ റളിയല്ലാഹു അൻഹു തങ്ങളെ ശറഫാക്കപ്പെട്ട ശിരസ് ഒരു കുന്തത്തിൻ മുകളിൽ നാട്ടിയിട്ട് ആ കുന്തത്തിന്റെ മുകളിൽ നാട്ടിയിരിക്കുന്ന തലയ്ക്കു ചുറ്റും അവര് വന്ന് നിൽക്കുകയാ. അങ്ങാടി പിള്ളേരും തമ്മാടികളും ദുഷ്ട നടപ്പുകാരും വന്നിട്ട് അതിനെ പരിഹസിക്കുകയാ. പെട്ടെന്നൊരു ചെറുപ്പക്കാരൻ വന്നിട്ട് ഹുസൈൻ തങ്ങളെ കണ്ണിലേക്ക് കൈയെത്തുമ്പോ കയ്യതാ നീട്ടുമ്പോ എത്തുന്നില്ല. അവൻ അല്പം കുള്ളനാ, അവൻ വല്ലാതെ പ്രയാസപ്പെട്ടു, പക്ഷേ കയ്യെത്തിയില്ല. അവസാനം ഒരു കൊക്ക കൊണ്ടുവന്നിട്ട് ഹുസൈൻ തങ്ങളെ കണ്ണിലതാ കൊളുത്തിയിട്ട് ആ കണ്ണിങ് ചൊയ്ന്നെടുത്തിട്ട് ഹുസൈൻ തങ്ങളെ പല്ലുകൾ ഓരോന്നോരായി കുത്തിയിട്ട ആ മനുഷ്യനാ. അല്ലാ, അഹ്ലു ബൈത്തിനെ പോലെ അനുഭവിച്ചവരുണ്ടോ? അവരെ പോലെ പരീക്ഷണങ്ങൾ അനുഭവിച്ചവരുണ്ടോ? സഹിച്ചവരുണ്ടോ? ആ മനുഷ്യൻ പിൽക്കാലത്ത് സംഭവിച്ചതെന്താണെന്നറിയോ? മഹാനായ സുഫിയാൻ ഇബ്നു ഉയൈന തങ്ങൾ പറയുകയാ, തന്റെ അതാ ഉപ്പാപ്പ പറഞ്ഞത് വിവരിക്കുകയാ. ഒന്നുമല്ല, ആ മനുഷ്യന് നീളമില്ലാത്തത് കൊണ്ട് കൃത്രിമമായിട്ട് നീളം കൂടാൻ വേണ്ടിയിട്ട് ഏന്തിയതല്ലേ. അല്ലാഹു ആ മനുഷ്യനങ്ങ് നീട്ടിക്കൊടുത്തു, അവന്റെ ലിംഗത്തെ റബ്ബങ്ങ് നീട്ടിക്കൊടുത്തു. ജനനേന്ദ്രിയം നീണ്ടു 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 അവന് നടക്കാൻ പറ്റാതെയായി. മഹാനവറുകൾ പറയുന്നു, ഞാൻ ഒരിക്കൽ അങ്ങ് നടന്നു പോകുമ്പോ ഒരു മനുഷ്യന്റെ ഒരുപാട് കുടൽമാല പോലെ ഇങ്ങനെ വളച്ചു വളച്ചു വെച്ചിട്ട് അവിടെ എന്തോ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞാൻ ചോദിച്ചു, നിങ്ങളുടെ നാട്ടിൽ നരഭോജികളുണ്ടോ? മനുഷ്യരെ തിന്നുന്നവരുണ്ടോ? പറഞ്ഞു, അല്ല അല്ല, ഈ മനുഷ്യന് പടച്ച റബ്ബ് നീളം കൊടുത്തതാ, ജനനേന്ദ്രിയം നീട്ടിക്കൊടുത്തതാ. അതൊന്ന് മടക്കി വെച്ചിട്ടൊന്ന് മൂത്രിക്കാൻ വേണ്ടിയിട്ട് അതിന്റെ അഗ്രം തിരയുകയാ. അല്ലാ, അഹ്ലു ബൈത്തിനോട് കളിക്കണ്ട, അവര് വല്ലാതെ വിട്ടുവീഴ്ച ചെയ്യുന്നവരാ, സമാധാനമുള്ളവരാ. പക്ഷേ ഗതികെട്ടാൽ അവരെങ്ങാനും ഒരു വിരലനക്കിയാൽ, മനസ്സിൽ വല്ലതുമെന്ന് പറഞ്ഞാൽ, മോനെ നിന്റെ ദുനിയാവും നിന്റെ ആഖിറവും നട്ടത്തിലാ. ആഖിർ സമാനിലെ മക്കളെ, അതുകൊണ്ട് രക്ഷപ്പെടണോ? ദുനിയാവ് രക്ഷപ്പെടണോ? ആഖിറം രക്ഷപ്പെടണോ? ഖബറിൽ രക്ഷപ്പെടണോ? മരിക്കുന്ന സമയത്ത് രക്ഷ വേണോ? നിനക്ക് സലാമത്ത് വേണോ? ഹബീബായ തങ്ങൾ പറഞ്ഞ കപ്പല് മുറുകെ പിടിച്ചോ. സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് ഭരണാധികാരിയായി 70-ഓളം വയസ്സ് പ്രായമുള്ളപ്പോ സയ്യിദുനാ അലി റളിയല്ലാഹു അൻഹു തങ്ങളോട്, നിങ്ങളെ ചെറിയൊരു മോളുണ്ടല്ലോ ഉമ്മു കുൽസൂം ബീവി, എനിക്കൊന്ന് കെട്ടിച്ചു തരുവോ? ബഹുമാനപ്പെട്ട അലിയാരി തങ്ങൾ ചോദിച്ചു, എന്റെ മോള് വളരെ ചെറിയ മോളാ. മഹാനായ ഉമറുൽ ഖത്താബ് തങ്ങൾ പറഞ്ഞത്, പെണ്ണിലേക്ക് ആവശ്യമുള്ളത് കൊണ്ടല്ല, പെണ്ണ് കെട്ടാനുള്ള ആഗ്രഹം കൊണ്ടല്ല. ഞാൻ നിങ്ങളോടത് ചോദിക്കാൻ ഒരു കാരണമുണ്ട്. ഹബീബായ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, കുല്ലു നസബിൻ വഹസബിൻ, ഈ എല്ലാ ബന്ധങ്ങളും കെട്ടുബന്ധങ്ങളും രക്തബന്ധങ്ങളുമൊക്കെ ഖിയാമത്ത് നാളിൽ മുറിഞ്ഞു പോകുന്നതാ. അതൊന്നും പരിഗണിക്കപ്പെടൂല. ഇല്ലാ ഹസബി വനസബി, എന്റെ കെട്ടുബന്ധവും എന്റെ രക്തബന്ധവും അത് മുറിയൂല, അത് നഷ്ടപ്പെടൂല.
അതുകൊണ്ട് നിങ്ങളെ പൊന്നുമോള് ഉമ്മു കുൽസൂമിനെ ഞാനൊന്ന് കെട്ടിയാൽ ഒരു ബന്ധമുണ്ടാകുമല്ലോ, കെട്ടുബന്ധമുണ്ടാകുമല്ലോ, അതിലൂടെ രക്ഷപ്പെടുമല്ലോ. അതിനു വേണ്ടി ചോദിച്ചതാ മഹാനായ അലിയാരി തങ്ങള് ഉമറുൽ ഫാറൂഖ് തങ്ങൾക്ക് തന്റെ പൊന്നുമോൾ ഉമ്മു കുൽസൂമിനെ കെട്ടിച്ചു കൊടുത്തതാ. അർഹമുർറഹീമീനായ അൽ മലിക്കുൽ ജബ്ബാറായ സർവാധിനാഥനായ അല്ലാഹു അഹ്ലു ബൈത്തിന്റെ തണല്, അവരെ മദദ്, അവരെ ഗുരുത്വം, അവരെ പൊരുത്തം നമുക്ക് അല്ലാഹു നിലനിർത്തി തരട്ടെ. ഇജാബത്തുള്ള മജ്ലിസിൽ അല്ലാഹു ഉൾപ്പെടുത്തി തരട്ടെ. സർവ സാദാത്തുക്കളും സർവ അഹ്ലു ബൈത്തിൽപ്പെട്ടവരും ആലിൻ നബിയിൽപ്പെട്ടവരും അവരൊക്കെ വലിയ മഹത്തുക്കളാ, മഹത്വമുള്ളവരാ, ആഖിറത്തിൽ നമ്മെ രക്ഷപ്പെടുത്തുന്നവരാ. അവരോടടുത്താൽ, അവരുമായിട്ടിടപഴകിയാൽ, അവരുമായി നമ്മൾ ബന്ധം സ്ഥാപിച്ചാൽ അതിലൂടെ നമുക്ക് വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നതാ, ആത്മീയമായിട്ട് വളർച്ചയുണ്ടാകുന്നതാ. അല്ലാഹു നമ്മുടെ ഒത്തുകൂടലും നമ്മുടെ പറയലും നമ്മുടെ കേൾക്കലും നമ്മുടെ വിറൂസും നമ്മുടെ സഹകരണവും ഈ എല്ലാം ആ രൂപത്തിലുള്ളതായി കബൂൽ ചെയ്യട്ടെ.